ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം ഷെയർ ചെയ്യുന്നതിന് കടന്നു വന്നിരിക്കുന്നത് പ്രിയ സിസ്റ്റർ സൂസനാണ്, സൗദി അറേബ്യയിൽ നിന്നും. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ തന്റെ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട്? സന്തോഷമായിരിക്കുന്നു? സന്തോഷമായിട്ടിരിക്കുന്നു ദൈവകൃപയാ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ, ദേശത്ത് പരിപാലിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ സാന്നിധ്യം ഈ രാവിലെ കാലം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. പാടിനെയും ഞങ്ങളുടെ ദാസിയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. നടന്ന വിധങ്ങള് ഹല്ലേലൂയ കർത്താവേ, ഈ പകൽക്കാലം പ്രഘോഷിപ്പാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും ദാസിയുടെ ദൈവം പകരണമേ. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലായി മാറുവാന് പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അങ്ങയുടെ നാമം ഇതിലൂടെ ഉയർത്തപ്പെടുവാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ദേവദാസി, ഈ ചാനൽ ഹല്ലേലൂയ, അതുപോലെ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൻസി ഷിബു, കഴിഞ്ഞ ദിവസം ടെസ്റ്റിമണി പറഞ്ഞ എൻ്റെ സുഹൃത്ത്, അവളോടും എന്നെ കേൾക്കാൻ പോകുന്ന എല്ലാ ദൈവമക്കളോടും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഒരു കഴിവുമില്ല, സ്തോത്രം, ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് ആയിരിക്കുന്നത്. ഒന്നും പോഴുവാനോ പ്രശംസിപ്പാനോ കഴിവില്ല. ഹല്ലേലൂയ. എത്രത്തോളം ആയത് ഈ നിമിഷം വരെ ആകുന്നത് കർത്താവിന്റെ ദയയാൽ, കൃപയാൽ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്തോത്രം. എന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. സ്തോത്രം. ഒരു ക്രിസ്ത്യാനി പാരമ്പര്യ കുടുംബത്തിൽ, ഹല്ലേലൂയ, ഒരു പാരമ്പര്യ കുടുംബത്തിലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. എൻ്റെ പപ്പ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ അമ്മ മാർത്തോമാക്കാരിയാണ്. എൻ്റെ അമ്മയുടെ സ്ഥലം എരുമേലി കനകപ്പലം എന്ന് പറയുന്ന സ്ഥലത്തും എൻ്റെ പപ്പ കട്ടപ്പന വലിയ തോവാള എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ കട്ടപ്പനയിലേക്ക് പോയി വലിയ തോവാള എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ പേഴ്സണൽ സാക്ഷ്യം പറയുന്ന മുമ്പായി എൻ്റെ ഫാമിലിയെ പറ്റിയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അങ്ങനെ അമ്മയുടെ വിവാഹത്തിന് ശേഷം 22 വയസ്സ് വരെ എൻ്റെ അമ്മ നല്ലൊരു കുടുംബത്തിൽ ജനിക്കപ്പെട്ട് വളരുവാൻ ദൈവകൃപയിൽ, മീൻസ് മർത്തോമയായിരുന്നു പറഞ്ഞാലും രാവിലെ 5 മണിയാകുമ്പം വീട്ടിൽ പ്രാർത്ഥിക്കണമായിരുന്നു. അത് എൻ്റെ അപ്പച്ചന് മസ്റ്റായിരുന്നു. അതുപോലെ തന്നെ വൈകിട്ട് സന്ധ്യ ആകുമ്പം വിളക്ക് കത്തിക്കുന്ന സമയം എന്ന് പറയുമല്ലോ, നമ്മള് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല. സ്തോത്രം. എന്നാൽ ആ സമയത്ത് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പ്രായമുള്ള മാതാപിതാക്കൾ. വിളക്ക് കത്തിക്കുന്ന സമയത്ത് സന്ധ്യാ പ്രാർത്ഥന നടത്തുന്ന, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ആത്മീയ ജീവിതത്തിലാണ് എൻ്റെ അമ്മ കടന്നു വന്നത്. അങ്ങനെ അവരുടെ വീട്ടിൽ കല്യാണം കഴിച്ച എൻ്റെ പപ്പയുടെ കുടുംബത്തിൽ ചെന്നു. അതിന് അന്നേരമാണ് അമ്മയുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ഭാരങ്ങളും എന്താണ് ബുദ്ധിമുട്ടെന്നും നമ്മെ അറിയുന്നത്, പട്ടിണി എന്താണെന്നും. ഹല്ലേലൂയ. സ്തോത്രം. ഈ കുടിയന്മാരുടെ കൂടെയുള്ള ജീവിതം, എൻ്റെ പപ്പ മദ്യപിക്കുന്ന ആളായിരുന്നു. ഒരു സമാധാനവും ഇല്ലാത്ത ജീവിതത്തിലേക്കാണ് അമ്മ കടന്നുപോയത്. പക്ഷേങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും കർത്താവ് അറിയാതെ അല്ല. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവമക്കളെ ഞാൻ പറയട്ടെ, അതൊന്നും കർത്താവ് അറിയാതെ അല്ല. നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പൊന്നാക്കി പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അങ്ങനെ എൻ്റെ അമ്മ അവിടെ ഭവനത്തിലായിരിക്കുമ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ, 4.5 വർഷം എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടു. സ്തോത്രം. അതുപോലെ തന്നെ എൻ്റെ പപ്പയായിരുന്നു ഏറ്റവും മൂത്തത് ആ വീട്ടിലെ. അതിൻ്റെ സഹോദര കുടുംബങ്ങളൊക്കെ, സഹോദരന്മാരന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ ഒരു രീതിയിൽ ഇവരെ നോക്കണം, ഇവർക്ക് ആഹാരം വെച്ചു കൊടുക്കണം. പഴയകാല ചരിത്രത്തിലേക്ക് എനിക്ക് ഒത്തിരി പോകാൻ താല്പര്യമില്ല. എന്നാൽ ഒത്തിരി പ്രയാസങ്ങൾ കൂടി എൻ്റെ അമ്മ കടന്നുപോയി. എന്നാൽ എൻ്റെ പപ്പയ്ക്ക് ബിസിനസ് ആയിരുന്നു. പപ്പ മരിച്ചതിന് ശേഷം
ശേഷം അത് എൻ്റെ ഫാദർ അതെടുത്ത് കൈകാര്യം ചെയ്യുവാനായിട്ട് തുടങ്ങി. ആ കുടുംബത്തിൽ നിന്ന് വേറെ ആ പപ്പായുടെ ഉള്ള വീതം കൊടുത്ത് പപ്പ അങ്ങോട്ട് മാറി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ രക്ഷിക്കണേ ഇതിൽ നിന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. 4.5 വർഷം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളില്ലാതിരുന്നു. അന്നത്തെ വിശ്വാസം അനുസരിച്ച് എൻ്റെ അമ്മ നേർച്ച നേർന്നു, കർത്താവേ ഒരു കുഞ്ഞിനെ തന്നാൽ അത് ദൈവനാമത്തിന് വേണ്ടി കൊടുത്തേക്ക്, അത് ആണായാലും പെണ്ണായാലും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു, നേർച്ച നേർന്നു. കർത്താവിന്റെ കൃപയാൽ സ്തോത്രം അമ്മ പ്രഗ്നന്റ് ആവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. എൻ്റെ മൂത്ത സഹോദരനെ പറയുകയാണെങ്കിൽ, മൂത്ത സഹോദരൻ സുവിശേഷ വേലയിലെ മഹാരാഷ്ട്രയിലെ ദൈവവേലയിൽ കുടുംബമായിട്ട് അവർ ആയിരിക്കുന്നു. രണ്ടാമത്തെ സഹോദരനെ ഇവിടെ ഉണ്ട്, സൗദി അറേബ്യയിലുണ്ട്, കുടുംബമായിട്ട് ജോലിയോട് അനുബന്ധിച്ച് നവാപൂർ എന്ന സ്ഥലത്ത്. നവാപൂർ നവാപൂർ എന്നാണ് എന്റെ കറക്റ്റ്. അതിന് ഗ്രാമങ്ങളിലാണ് ശുശ്രൂഷിക്കുന്നത്. ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ബറോഡ ജോൺ കേസി മണക്കാല ബൈബിൾ കോളേജിലാണ് അവർ പഠിച്ചത്. വൈഫിന്റെ പേര് റേച്ചൽ ജോൺ. 2 കുഞ്ഞുങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ പറയട്ടെ സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളെ സുവിശേഷ വേലയിലായിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളെ ഡോക്ടർ എടുക്കാനും അങ്ങനെ എഞ്ചിനീയറും നല്ല ഹൈ ലെവൽ പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എൻ്റെ സിസ്റ്ററിലോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അറിയിക്കുന്ന ഈ സുവിശേഷം ഈ കുഞ്ഞുങ്ങളും അറിയിക്കണം എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ പ്രകാരം ഈ കുഞ്ഞുങ്ങൾ 2 പേരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാൻ അവര് തീരുമാനമെടുത്ത് മൂത്ത പൈതൽ ഓൾറെഡി കോട്ടയത്ത് ജോയിൻ ചെയ്തു എന്ന് ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവ സാക്ഷ്യം. മീൻസ് അവരെ ആഗ്രഹിച്ചത് ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. സ്വോത്രം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർ കണ്ടു വളർന്നവരാണ്. എന്നിട്ട് പോലും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പറയട്ടെ സ്തോത്രം, എൻ്റെ അമ്മ അങ്ങനെ പ്രഗ്നന്റ് ആയി. മൂത്ത സഹോദരനുണ്ടായി. രണ്ടാമത്തെ സഹോദരനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് തോന്നി, ആടുണ്ടായിരുന്നു അന്ന് വീട്ടില്, ആടിനെ മാറ്റി കെട്ടാൻ കൊണ്ടുവന്ന് കൂട്ടിൽ കെട്ടാൻ വേണ്ടി. എൻ്റെ അമ്മ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്തോത്രം, ആടിനെ അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു. ആ സൗണ്ട് എന്തെന്ന് അറിയാൻ വേണ്ടി എൻ്റെ അമ്മ തലപൊക്കി നോക്കിയപ്പോൾ ഉരുള് പൊട്ടി വന്ന് ഞങ്ങളുടെ ഭവനം മൊത്തവും അമ്മയുടെ കണ്ണും ദൃഷ്ടിയിൽ കാണുകയാണ്. ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുവാനായിട്ട് കണ്ടു. സ്തോത്രം ദൈവമക്കളെ, ഒരു ബിഗ് സീറോയിൽ കൊണ്ട് കർത്താവ് നിർത്തി. ഒന്നുമില്ലാത്തൊരവസ്ഥ. എന്തു ചെയ്യണം, അടുത്ത നിമിഷം ആര് സഹായിക്കുമെന്ന് അറിയാതെ ഭാരപ്പെട്ട ഒരു സമയമായിരുന്നു. അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാനൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ അതെല്ലാം ചുരുക്കി പറയട്ടെ സ്തോത്രം, എൻ്റെ അമ്മയുടെ വീട്ടിൽ എരുമേലിലേക്ക് കടന്നു വരുവാനും അവിടെ കിണർ കുഴിക്കാൻ വേണ്ടി എൻ്റെ പപ്പ അവരെ സഹായിക്കാനായിട്ട് ചെന്നു. അങ്ങനെ പപ്പായുടെ ഈ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ഈ പണി കണ്ട് എൻ്റെ വല്യമ്മച്ചിയുടെ ഒരു അമ്മാച്ചൻ അവിടെ കടന്നു വരും. എൻ്റെ പപ്പായുടെ പണി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ചോദിച്ചു, പുള്ളിക്കാരൻ ഒരു കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നതാണ്, അപ്പം നീ എൻ്റെ കൂടെ കൂടുന്നോ, ഞാൻ നിന്നെ പണി പഠിപ്പിച്ച് എൻ്റെ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പപ്പ ആ അപ്പച്ചൻ്റെ കൂടെ കൂടി പപ്പായെ പണിയെല്ലാം പഠിപ്പിച്ച് പപ്പായുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാനുള്ള ആൾക്കാരെ കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ റാന്നി പെരുന്നാട്ടിലേക്ക് താമസം മാറുവാനായിട്ട് ഇടയായി തീർന്നത്. ആ സമയമായപ്പോഴത്തേന് ഞാനും ഉണ്ടായി. ഞാൻ പക്ഷെ അധികം നാള് കട്ടപ്പനയെ താമസിച്ചിട്ടില്ല. എൻ്റെ 1.5 വയസ്സിൽ അവിടുന്ന് വിട്ടുപോരുമായിരുന്നു. നമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ആസ്മ രോഗം ആ സമയമായപ്പോഴത്തേന് പിടിപെട്ടു അവിടുത്തെ തണുപ്പ് മൂലം. അങ്ങനെ ഞങ്ങളുടെ അമ്മ 1 മാസത്തിൽ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കയറുമായിരുന്നു. കിട്ടുന്ന പൈസ മൊത്തം ഹോസ്പിറ്റലിൽ കൊടുക്കും. ഹല്ലേലൂയ. അത് ഞങ്ങളെ പഠിപ്പിക്കണം. വീടിന്റെ വാടക ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസത്തിൽ. പപ്പായ്ക്ക് ജോലിയുണ്ട്, ചില സമയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് പട്ടിണി എന്താണെന്ന്, പ്രയാസം എന്താണെന്ന് ശക്തമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ലാതെ അസുഖങ്ങളാൽ ഇങ്ങനെ ഭാരപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ട് ദേവദാസന്മാര് ഭവനങ്ങളിൽ കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പപ്പ ഇല്ലാത്ത സമയത്താണ് വന്നത്. അപ്പം എൻ്റെ മാതാവിനോട് സുവിശേഷം പറഞ്ഞു, ദൈവം സൗഖ്യമാക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അമ്മ അന്നേരവും പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇവർ ഈ സാക്ഷ്യങ്ങള് അന്ന് വിശ്വാസ മാർഗത്തിലേക്ക് വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാര് ദൈവമക്കളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്നും സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് ഹല്ലേലൂയ സ്തോത്രം, പപ്പ അറിയാതെ ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ഇത് അറിഞ്ഞിട്ട് അയലോക്കക്കാരെ എൻ്റെ പപ്പയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ജോസെ നിന്റെ മക്കളും നിന്റെ ഭാര്യയും കൂടെ, അന്ന് എനിക്കിത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല, ബന്ധുക്കോസുകാരെ പറ്റി പറയുന്ന ഒരു വാക്കുണ്ട്,
കൊണ്ട് സ്തോത്രം ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോവുകയാണ് സ്തോത്രം എന്ന് പറഞ്ഞു. എന്റെ പപ്പ ഇത് കേട്ടിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു, വാക്കത്തി പണിയിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ തല ഞാൻ വെട്ടി മാറ്റുമെന്ന് പറഞ്ഞു, ഈ കൂട്ടത്തിന്റെ കൂടെ പോയാലെന്ന് പറഞ്ഞു. സ്തോത്രം എന്റെ അമ്മ ഒന്നും മിണ്ടിയില്ല. പക്ഷെങ്കിൽ രാത്രിയെ പകലാക്കി എന്റെ അമ്മ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രവൃത്തി ദൈവമേ ഈ കുടുംബത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് ഓരോ നിമിഷങ്ങളും പൊക്കോണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ മൂത്ത ആങ്ങളേക്ക് മഞ്ഞപ്പിത്തം എന്ന രോഗം പിടിപെട്ടു. നഖം വരെ മഞ്ഞിച്ചു. സ്തോത്രം ഹല്ലേലൂയ. എന്റെ സഹോദരൻ അന്ന് ഞങ്ങൾ ഭയങ്കര തീഷ്ണതയോട് നിൽക്കുക, ദൈവത്തെ വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് എന്റെ സഹോദരൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ ആശുപത്രി കൊണ്ടുപോകരുത്, ഞാൻ മരിച്ചു പൊക്കോട്ടെ, ഇങ്ങനൊരു ദൈവം ജീവിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം എന്റെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് ഉള്ളിലെ. സ്തോത്രം ആ സമയത്ത് ഞങ്ങൾ സ്വർണ്ണം ഒന്നും ഊരിയിട്ടില്ല. പപ്പ പറഞ്ഞിട്ടുണ്ട് ഊരിയാ കൊല്ലുമെന്നാ പറഞ്ഞേക്കുന്നത്. സ്തോത്രം ആന്റിക്ക് അറിയാമല്ലോ, പണ്ടുള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്തുകോസാരെന്ന് പറയുന്ന കേൾക്കുന്ന മനുഷ്യർക്ക് ഇഷ്ടമല്ല. കാരണം എന്തോ ഒരു തെറ്റ് ചെയ്യുന്ന പോലെ ഹല്ലേലൂയ. സ്വർണ്ണം ഊരിയാല് സൗന്ദര്യമില്ല ഹല്ലേലൂയ. എന്നാൽ മനുഷ്യർ ചിന്തിക്കുന്നുണ്ടോ, ഇതൊക്കെ മരിക്കുമ്പോ ഇതൊക്കെ ഇട്ടോണ്ടാണോ പോകുന്നത്, ജനിക്കുമ്പോ ഇതൊക്കെ കൊണ്ടുവന്നാണോ പോകുന്നത് വരുന്നത്, ഇതൊന്നും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ഓരോരുത്തർ ഇതിനോടുള്ള ഭ്രമം കാണുമ്പോൾ സ്തോത്രം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഇവരെ കണ്ണൊന്ന് തുറക്കണേ. എന്നാൽ ഞാൻ അതിനെതിരല്ല, ഞാൻ അങ്ങനെയുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. എന്നാൽ ചിലരോട് കർത്താവ് ഇടപെടും, ശക്തമായ ദൈവം തമ്പുരാൻ ഡയറക്റ്റ് സംസാരിക്കും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം എന്റെ സഹോദരൻ ഇപ്രകാരം പറഞ്ഞു. അങ്ങനെ എന്റെ അമ്മ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. അന്നത്തെ വിശ്വാസം അനുസരിച്ച് 91 സങ്കീർത്തനം എടുത്തേച്ച് വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മ മുട്ടുമടക്കി എന്റെ ആങ്ങളെ കട്ടിലേക്ക് കിടക്കുക, മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒരു വെള്ള പ്രകാശം, ഒരു കൈപ്പത്തി പോലുള്ള ഒരു പ്രകാശം അത് എന്റെ സഹോദരന്റെ തലയിൽ ഇറങ്ങുന്നതായിട്ട് എന്റെ സഹോദരൻ കണ്ടു. അങ്ങനെ വന്ന് ആ പ്രകാശം ഇങ്ങനെ ശരീരത്തൂടെ കടന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം ആ പെരുവിരൽ വരെ എത്തി അത് മാറുന്നതായിട്ട് ഫീൽ ചെയ്തു. സ്തോത്രം എന്റെ ആങ്ങളെ പെട്ടെന്ന് എന്റെ അമ്മ പ്രാർത്ഥിച്ചും കഴിഞ്ഞു. ആ സമയമായപ്പോ ചാടി എഴുന്നേറ്റ് കട്ടിലിരുന്ന് വെച്ച് പറഞ്ഞു, അമ്മ എന്റെ മൂത്രം ഒന്ന് നോക്കിക്കുക, പണ്ട് നമുക്കറിയാമല്ലോ ഹല്ലേലൂയ യൂറിൻ എടുത്തിട്ട് ചിരട്ടയിൽ ഒഴിച്ച്, ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ അത് ചോറിട്ട് നോക്കുമായിരുന്നു. എന്റെ അമ്മ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തേ, യേശുപ്പച്ചൻ എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞു. അമ്മ പെട്ടെന്ന് ചെയ്തു. സ്തോത്രം ഇവന്റെ ശരീരം നോർമലായി തീർന്നു ഒരു നിമിഷം കൊണ്ട്. ഹല്ലേലൂയ ദൈവത്താൽ അസാധ്യമായി യാതൊരു കാര്യമില്ല. നമ്മളാൽ അധികം പ്രയാസമുള്ള കാര്യം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുണ്ട്, ഏത് വിഷയമായാലും ദൈവം നമ്മളെ വിടുവിക്കും. നമ്മൾ വിശ്വസിക്കുക. ഒരു പൊട്ടനെ പോലെ ഒരു പൊട്ടിയെ പോലെ നമ്മളെ വിശ്വസിച്ച് കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ വചനം പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വചനം നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ അതൊന്ന് ധ്യാനിച്ചാല് നമ്മൾ ചിലത് കാണാതെ വിശ്വസിക്കണം, അതിന് ഉറപ്പ് വരുത്തണം. ദൈവം എനിക്ക് തരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ ആ കർത്താവ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ സ്തോത്രം എന്റെ സഹോദരൻ പറഞ്ഞു, എനിക്കിനി മെഡിസിൻ വേണ്ട, എന്റെ കർത്താവിനെ വിടുവിക്കുമെന്ന്. ശക്തമായി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിടുതൽ കിട്ടി. എന്റെ പപ്പ നോർമൽ ആയിരിക്കുമ്പോൾ എന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. സ്തോത്രം എന്റെ പപ്പ കുടിയനും കഞ്ചാവ് വാഴയിലക്കകത്ത് ചുരുട്ടി വലിക്കുന്ന ഒരു മനുഷ്യനുമായിരുന്നു. മക്കളെ ഒരു കാട്ടാനയെ പോലെ. സ്തോത്രം പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവദാസന്മാര് വന്ന് തലയെ കൈ വെച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നീ ഒരു കാട്ടാനയായിരുന്നു, ഞാൻ നിന്നെ നാട്ടാനയാക്കി തീർത്തതാണെന്ന്. സ്തോത്രം അതുപോലെ സമാധാനമില്ലാതെ ഭവനത്ത് കയറി വന്ന് ചോറ് പാത്രം തല്ലി പൊട്ടിക്കുമായിരുന്നു. എന്റെ അമ്മ പലപ്പോഴും കിടക്കാതെ ഹല്ലേലൂയ കട്ടിലിന്റെ അടി ചാക്ക് വിരിച്ച് കയറി കിടന്ന നിമിഷങ്ങളുണ്ട്. രാത്രിയെ പകലാക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം ഒരു ക്രിസ്തീയ ജീവിതം സ്മൂത്ത് അല്ല. ഹല്ലേലൂയ അത് സ്മൂത്തായിട്ട് പോത്തില്ല. സ്തോത്രം കർത്താവ് നമ്മളെ ചിലത് പഠിപ്പിച്ച് പുറത്തു കൊണ്ടുവരും. ഏത് രീതി കടത്തിവിടണമെന്ന് കർത്താവിന് പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ ചിലപ്പോൾ നമുക്കത് ഭാരമാകാം. കർത്താവെ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഹല്ലേലൂയ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നത് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ അത് നമ്മളെ നിർത്താൻ വേണ്ടി ചിലരുടെ മധ്യത്തിൽ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് ചില സാക്ഷ്യങ്ങൾ നമുക്ക് നൽകി തന്ന് കർത്താവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമത് എനിക്ക് ഒരു പനി പിടിപെട്ടു. എന്റെ വയറ്റിൽ നിന്ന് പോകുന്ന മൊത്തം ബ്ലഡ് ആയിരുന്നു. ഞാൻ കട്ടിലേക്ക് കിടക്കുമ്പോൾ വാതൊക്കെ വന്ന് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും എന്റെ പനിയുടെ ചൂട്. ഹല്ലേലൂയ അപ്രകാരമായി ഞാനൊരു പെണ്ണെ ഉള്ളത് കാരണത്താല് എനിക്ക് 2 സഹോദരന്മാരാണ്. സ്തോത്രം അതിന് എന്റെ പപ്പായ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം ഒരു പെണ്ണെ ഉള്ളത് കാരണത്താൽ. സ്തോത്രം അങ്ങനെ എന്റെ പപ്പ വരുന്നോണ്ടേ ചോദിക്കുന്ന പെണ്ണെന്തിയാടി എന്നാ ചോദിക്കുന്നത് ഫസ്റ്റ് പപ്പ വീട്ടിൽ കയറി വരുമ്പോ. ഹല്ലേലൂയ സ്തോത്രം. എനിക്കിങ്ങനെ അസുഖം ഉണ്ടായി. ഇതുപോലെ തന്നെ എന്റെ അമ്മ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. ആ ഓൺ ദ സ്പോട്ടിൽ കർത്താവ് എന്നെ വിടുവിക്കാനായിട്ട് ഇടയായി തീർന്നു. പപ്പ ഇതെല്ലാം പപ്പയോട് പറഞ്ഞു കൊടുക്കും, പപ്പ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഈ ദൈവത്തെ നമ്മൾ സേവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും നോർമല. പക്ഷെ ഒന്നും പപ്പ മറുപടി പറയത്തില്ല. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പപ്പായ്ക്ക് വെളിവില്ല. സ്തോത്രം ആ ഒരു രീതിയിലായിരുന്നു വീട്ടിൽ ഞങ്ങളുടെ സമാധാനം
സമാധാനത്തെ കെടുത്തി. ഹല്ലേലൂയ. എങ്ങനെ ഒരു സമാധാനം എവിടെ പോയാലും എങ്ങനെയാണെന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവിനെ അറിഞ്ഞതിന് ശേഷം, ഹല്ലേലൂയ, ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ, ഹല്ലേലൂയ, പറയാൻ പറ്റത്തില്ലാത്ത സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോയി എൻ്റെ പപ്പ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന്, അവിടെ പപ്പ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ദൈവദാസന്മാരോ ദൈവമക്കളോ ആ വീട്ടിൽ കയറത്തില്ല. കാരണം പേടിയാ, പപ്പായെ പേടിയാ. സ്തോത്രം. ഒരു ദിവസം പപ്പ വാതിൽക്ക് നിൽക്കുമ്പോൾ ദൈവദാസനൊക്കെ കയറി വരുക ഭവനത്തിലേക്ക്. അന്നേരം എൻ്റെ പപ്പ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കുള്ള വീടല്ല, നിങ്ങൾക്ക് കയറേണ്ട വീടല്ല ഇതെന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിടുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങൾ അടുക്കളയിൽ നിന്ന് നോക്കും, പാത്തു നോക്കും ജനലിൽ കൂടെ. അന്നേരം ആ കാൽ അവിടെ കുടഞ്ഞ് പൊടി അവിടെ തട്ടിയിട്ടിട്ട് കൈ ഉയർത്തി സ്തോത്രം പറയും. കർത്താവേ, അവകാശത്തോടുകൂടി അവരവിടെ കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാന്ന ഒരു അനുഭവം പണ്ടുണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങളത് കണ്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, അവരുടെ കണ്ണുനീര്, മറ്റുള്ളവരുടെ കണ്ണുനീര്, ദൈവദാസന്മാർ അനേകർ ദൈവമക്കളുടെ കണ്ണുനീര് പ്രകാരം ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ഞങ്ങളെ പിന്നീട് കർത്താവ് വിളിച്ച് വേർതിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു പബ്ലിക് ഹോളിഡേ അന്ന് എന്റെ പപ്പ ഭവനത്തിന് ഉള്ളിലായി പോയി. സ്തോത്രം. അത് ദൈവത്തിന്റെ പദ്ധതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ദേവദാസന്മാരും ദൈവമക്കളും വന്ന് പുരക്കകത്ത് കയറി. ഹല്ലേലൂയ. സ്തോത്രം. പപ്പായ്ക്ക് ഇറങ്ങിപ്പോവാൻ പറയാൻ വയ്യാത്തൊരവസ്ഥയായി തീർന്നു. സ്തോത്രം. അങ്ങനെ അവരെ അന്നത്തെ സമയത്ത്, അന്നത്തെ കാലത്തെ അനുഭവം, ജീവിതാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർഖം പാമ്പ് കടിച്ച്, സ്തോത്രം, വെള്ളമൊഴിച്ച് പ്രാർത്ഥിച്ച്, വെള്ളമൊഴിച്ച്, ഹല്ലേലൂയ, അങ്ങനെ സൗഖ്യം പ്രാപിച്ച ഒരു ചർച്ചാണ് പെരുന്നാട് ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭ. ഹല്ലേലൂയ. അങ്ങനെയുള്ള വിശ്വാസികളായിരുന്നു. അങ്ങനെ അവരുടെ അനുഭവ സാക്ഷ്യം എല്ലാം ദൈവവചനത്തിൽ കൂടി പപ്പാട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്നാനത്തെ പറ്റിയും ദൈവകൽപ്പന എന്താണെന്നും, ഹല്ലേലൂയ, സ്തോത്രം, ശിശു സ്നാനമല്ല ഒരു സ്നാനം. ഹല്ലേലൂയ. അറിവില്ലാത്തപ്പോൾ നമ്മളെ വെള്ളം തളിക്കുന്നതോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കുന്നതോ അല്ല. സ്തോത്രം. നീ ഹല്ലേലൂയ സത്യമായി നീ അറിയണം. നിനക്ക് മെച്ചുവറായി കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിന്റെ ഉള്ളിൽ, ഹല്ലേലൂയ, പാപബോധം ഉണ്ടാകുന്നതാണെന്നും മാനസാന്തരം. സ്തോത്രം. നീ ജലത്തിൽ മുഴുവനായി ദൈവത്തെ സാക്ഷീകരിക്കണമെന്നും ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, പുരളാതെ തന്നെ മാറ്റിവെക്കാതെ, ഹല്ലേലൂയ, വ്യക്തമായി എന്റെ പപ്പായോട് പറഞ്ഞു കേൾപ്പിക്കുകയും, ഹല്ലേലൂയ, പപ്പായ്ക്ക് അത് മനസ്സിലാകുവാനുള്ള കൃപ കർത്താവ് കൊടുക്കുകയും ചെയ്തു. സ്തോത്രം. ഒരു ദിവസം ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് വേഗം അവസാനിപ്പിക്കട്ടെ ആ ഭാഗം. സ്തോത്രം. എന്റെ മൂത്ത സഹോദരൻ 5ാം ക്ലാസ്, ഞാൻ പറഞ്ഞല്ലോ മഞ്ഞപ്പിത്തമായിരുന്നെന്ന്, ആ വർഷം അവന് സ്കോളർഷിപ്പ് കിട്ടി പാസ്സാകുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഒന്നാമതാണ് അവന് ഇരിക്കുന്നത്, ക്ലാസ് ലീഡറാണ്. സ്തോത്രം. എന്റെ പപ്പായ്ക്ക് അതറിയാം. അന്നത്തെ പഴയ സ്കൂൾ എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിട്ട് പണിത സ്കൂളുകളാണ്. അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇഷ്ടിയോ ഒക്കെ കാര്യങ്ങളൊക്കെ ആയത്. സ്തോത്രം. അങ്ങനെ എന്റെ മൂത്ത ആങ്ങളെ ഇരിക്കുന്ന സ്ഥലം എല്ലാം പപ്പായ്ക്ക് അറിയാം. അങ്ങനെ അവന് ക്ലാസ്സിൽ കൊണ്ടാക്കിയൊക്കെ തിരിച്ചു പോയി. പപ്പ പത്തനംതിട്ടയിൽ അത് ജോലിക്ക് പോയി. അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഭയങ്കര ശക്തമായി പത്തനംതിട്ട ജില്ലയിൽ അത് അടിക്കുവാൻ ഇടയായി തീർന്നു. ഭയങ്കര ശക്തമായി കൊടുങ്കാറ്റടിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു വീടിന്റെ അടുത്ത്, പപ്പ ഇല്ലല്ലോ, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുക. പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല ആ സമയത്ത് അമ്മ. ഹല്ലേലൂയ. ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവദാസൻ പറഞ്ഞു, അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാവരും കണ്ണടച്ച് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയാനായിട്ട് ഇടയായി. അമ്മ ഇങ്ങനെ ശക്തമായി ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ക്രീനിൽ കാണിക്കുന്നവരുടെ വെളിയിൽ എന്താ നടക്കുന്നത് എന്നുള്ള എൻ്റെ അമ്മയെ ദർശനത്തിൽ കൂടി കർത്താവ് കാണിച്ചു കൊടുക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അന്ന് ആ ബദനി എസ്റ്റേറ്റ് ഉണ്ടാകുന്ന സർവ്വ മരങ്ങളും താഴെ വീഴുകയും ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ ആരാധന കഴിഞ്ഞു. എൻ്റെ അമ്മ ഇത് കണ്ടു കഴിഞ്ഞു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, വെളിയിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു ചേച്ചി വന്നിച്ച് പറഞ്ഞു, 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും പൂർണ്ണമായി നശിച്ചു പോയി, ഒരു കുഞ്ഞിനെ പോലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ചങ്കത്തടിച്ചേച്ച് പറഞ്ഞു, കുഞ്ഞ് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എൻ്റെ കുഞ്ഞത് മരിച്ചു പോയോ എന്ന് പറഞ്ഞ് ചങ്കത്തടിച്ച് അമ്മ ഓടി സ്കൂളിൽ ചെന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ, സ്തോത്രം, ഒരു കുഞ്ഞിനെ പോലും തിരിച്ചറിയത്തില്ല. എല്ലാവരും ബ്ലഡിനകത്ത് കുളിച്ച് കിടക്കുക. അപ്പം വണ്ടികൾ വന്ന് നിന്നിട്ടുണ്ട്, ആംബുലൻസുകളും ജീപ്പുകളും എല്ലാം നിപ്പുണ്ട്. അവർ പറഞ്ഞു, ആരും വണ്ടിക്കകത്ത് കയറണ്ട, എല്ലാവരും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിക്കോ. അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പത്തനംതിട്ട അടുത്തടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞ് അന്വേഷിച്ച് ആരെയും കേട്ടുന്നില്ല. എൻ്റെ അമ്മ കാറിക്കൊണ്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ ഒരു മനുഷ്യൻ വന്നു. അമ്മാമ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അമ്മാമ പേടിക്കേണ്ട, ഇന്ന കടയുടെ മുമ്പിൽ മോൻ നിൽപ്പുണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ, മോനെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു, അമ്മ കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്ര ടീച്ചർമാര് പറഞ്ഞു, ഡെസ്കിന്റെ അടിയിൽ കയറിക്കോളാം, ബെഞ്ചിന്റെ അടിയിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു വീഴുകയാ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇവനെ ആരോ അവൻ ഇരിക്കുന്നിടത്തുനിന്ന് എടുത്തു ക്ലാസ് റൂമിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി. ആരോ അവൻ പറയുകയുണ്ട്, സ്തോത്രം, മുന്നിൽ കൊണ്ട് നിർത്തിയേച്ച്. ഹല്ലേലൂയ. മുന്നിലല്ല നിർത്തിയത്. സ്തോത്രം. ഒരു ഏടിയുടെ മുമ്പിൽ താഴെ റോഡാ. അവിടുന്ന് ക്ലാസ് റൂമിൽ നിന്ന് എടുത്ത് റോഡിൽ കൊണ്ട് നിർത്തി. റോഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ എന്റെ സഹോദരൻ കേട്ടൊരു ശബ്ദമുണ്ട്, മോനെ നീ ഓടിക്കോളാൻ ഒരു ശബ്ദം കേട്ടു. അങ്ങനെ ഓടിപ്പോയി. ഒരു കമ്പ് മാത്രം വന്ന് കയ്യിൽ അടിച്ചതല്ല,
അല്ലാതെ ഒന്നും പറ്റിയില്ല അമ്മ എന്നോട് ഹല്ലേലൂയ പറയാം, അമ്മയോട് പറയാനായിട്ട് ഇടയായി തീർന്നു. ദൈവം വിടുവിക്കുന്ന ദൈവം. ആ സ്തോത്രം. ഏത് പ്രതികൂല മധ്യത്തിലും ഏത് പ്രതികൂലത്തിന്റെ അവസ്ഥയിലും ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വന്ന് വിടുവിക്കേണ്ട വിഷയങ്ങളെ ഇറങ്ങി വന്ന് വിടുവിക്കും. ഹല്ലേലൂയ. അങ്ങനെ വിടുവിച്ച് സ്തോത്രം ഞങ്ങൾ ഹല്ലേലൂയ ഭവനത്തിൽ കടന്നു ചെന്ന് ഭക്ഷണം കഴിച്ച് രാത്രിത്തെ മീറ്റിങ്ങിന് കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ മനോരമയ്ക്കകത്ത് ഹല്ലേലൂയ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന ഹല്ലേലൂയ ഈ ന്യൂസ് ആയിരുന്നു. എന്റെ പപ്പ കണ്ടിട്ട് മനസ്സിലായി എന്തോ സംഭവിച്ചു. അന്ന് ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. പെട്ടെന്ന് അവിടെ നിന്ന് ഓടി വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സ്തോത്രം. അന്നേരം അമ്മ പറഞ്ഞു, അച്ഛാ നിങ്ങൾ വിശ്വസിക്കണം, ദൈവം ജീവിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അനേക പ്രാർത്ഥന പുറകിലുണ്ട്. ഒരു ദിവസം വീട്ടിൽ വന്ന് ചോദിക്കുക, ഹല്ലേലൂയ ഞങ്ങളുടെ അമ്മയോട് വന്ന് ചോദിക്കുക, അമ്മ സ്തോത്രം. അമ്മയോട് വന്ന് ചോദിച്ചു, എടി ഞാൻ ചർച്ചിൽ വന്ന എന്ത് ചെയ്യണോന്ന്. സ്തോത്രം. ഞങ്ങളുടെ ഭവനത്തിൽ ഭയങ്കര സന്തോഷം. ഓ എന്റെ പപ്പ ചർച്ചിൽ വരാൻ പോയി. ആ സ്തോത്രം. എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്ര. ഹല്ലേലൂയ. വീട്ടിൽ സംഭവിക്കുന്നത് അമ്മ പറഞ്ഞു, അച്ഛാ നിങ്ങൾ വന്നൊന്ന് ഇരുന്നാ മതി, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഓക്കെ വരാമെന്ന് എഗ്രിയായി. വന്ന് ലാസ്റ്റിൽ വന്നിരുന്നു. സ്തോത്രം. അന്നത്തെ വചന ശുശ്രൂഷയും അന്നത്തെ സാക്ഷ്യങ്ങളും ഒക്കെ പപ്പായെ ഉറപ്പിക്കുന്നതായിരുന്നു. പപ്പായോട് സംസാരിക്കുമായിരുന്നു. സ്തോത്രം. സാക്ഷ്യത്തിന്റെ സമയമായപ്പോ പപ്പ ദൈവവചനം എടുത്ത് എഴുന്നേറ്റ് വെച്ച് ദൈവത്തിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഞാൻ പറയട്ടെ ദൈവമക്കളെ. സ്തോത്രം. പപ്പ ഭവനത്തിൽ കടന്നു വന്ന് ഭയങ്കര സന്തോഷം, ഉത്സവത്തിന്റെ സന്തോഷം എന്താണെന്ന് ഞങ്ങളുടെ വീട്ടിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തെ അറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ അമ്മയോട് പപ്പ പറഞ്ഞു, സ്തോത്രം നീ പോയി സ്നാനപ്പെട്ടു, ഞാൻ സ്നാനപ്പെടുത്തില്ല, ഈ കൂട്ടരോട് എനിക്ക് കൂടെ ഇച്ചിരി മടിയുണ്ട്. സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു, ഒരു വീട്ടിൽ രണ്ടാരാധന നടക്കത്തില്ല, പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പണ്ടുള്ള മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പലർക്കും പറയാൻ നാണക്കേടാ, ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു. അമ്മ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദർശനത്തിൽ കൂടി അമ്മയോട് കർത്താവ് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. 2 ദേവദാസന്മാരെ കൈക്കിഴി ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് സ്നാനപ്പെടുന്ന കർത്താവ് അമ്മയെ കാണിച്ചു കൊടുത്തു. അമ്മ ഈ ദർശനം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പപ്പ പറയണം എനിക്ക് സ്നാനപ്പെടണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. പപ്പ രക്ഷിക്കപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ചർച്ചയിൽ വന്നേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതേ ഉള്ളൂ, സ്നാനപ്പെട്ടിട്ടില്ല. പപ്പ ജോലിക്ക് പോയപ്പം ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ബ്രേക്ക് ടൈമില് സ്തോത്രം പറഞ്ഞു, ജോസെ ഇന്നാടാ വീട് വലിക്കുന്നു പറഞ്ഞുകൊണ്ട് എടുത്ത് വീട് കൊടുത്തു. പപ്പ പറഞ്ഞു വേണ്ടടാ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് റെഫ്യൂസ് ചെയ്തു. പക്ഷെ അത് നീയും ബന്ധുക്കൂസുകാരോടെ പോയോടാ, ഇവരുടെ ഈ കൂട്ടത്തിന്റെ കൂടെ കൂടിയോടാന്ന് ചോദിച്ച് പപ്പായെ കളിയാക്കി വെച്ച് പറഞ്ഞു, ഇന്നടാ കുഴപ്പമൊന്നുമില്ല, ആര് കാണാനാ, നമ്മൾ ഇത്രയും പേരെ ഉള്ളതെന്ന് പറഞ്ഞ് കൈ കൊടുത്തു. എന്റെ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു ആ സമയം. ദൈവമക്കളെ ഞാൻ പറയട്ടെ, സ്തോത്രം. എന്റെ അമ്മ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെ ദൈവാത്മാവ് ദർശനത്തിൽ കൂടി കാണിച്ചു. പപ്പയുടെ കയ്യിൽ സിഗരറ്റ് ഇരിക്കുന്നതും എന്നെ പശു കുത്തിയെടുത്തെറിയുന്നതായിട്ടൊരു ദർശനം അമ്മയെ കാണിച്ചു. അമ്മ വിചാരിച്ചു ഇതെന്തുവായി സംഭവിക്കാൻ പോകുന്നത്, അമ്മയ്ക്ക് മനസ്സിലായില്ല. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങി. ഞങ്ങളുടെ ഉച്ചക്കത്തെ ബ്രേക്കിന്റെ ടൈമില് ആക്ച്വലി ഞങ്ങൾക്ക് കഴിച്ചിട്ട് പൈപ്പിന്റെ ചോട്ടിൽ കൈ കഴിയാൻ മതിയായിരുന്നു. എന്റെ രണ്ടാമത്തെ ആങ്ങളെ എന്നെയും കൂട്ടും. സ്തോത്രം. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഞാനും എന്നെയും കൂടെ കൂട്ടി എന്നോട് പറഞ്ഞു നമുക്ക് മലമുകളിലൊക്കെ വെള്ളം ചാടുന്ന ഒരു തോടുണ്ട്, നമുക്ക് അവിടെ പോയി കഴുകാമെന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി പോയപ്പം ഒരിക്കലും കുത്തത്തില്ലാത്തൊരു പശു അവിടെ നിന്ന് എന്നെ കുത്തിയെടുത്ത് ഇടുക്കുഴിയിൽ എറിയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ അവിടെയും ദൈവം എന്നെ താങ്ങി. എന്റെ മുട്ടും കയ്യോ തലയുടെ ഇവിടെ ഇച്ചിരി കണ്ടൊന്ന് പൊട്ടിയിട്ടേ ഉള്ളൂ. കർത്താവ് എന്നെ സൂക്ഷിച്ചു. സ്തോത്രം. അമ്മ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വെളിയിലോട്ട് വന്നപ്പോ എന്നെ താങ്ങി പിടിച്ചോണ്ട് വരുവാ. എന്റെ സഹോദരൻ എന്നെ ചോദിച്ചു, അമ്മ ചോദിച്ചു എന്നാ മോനെ പറ്റിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അമ്മ ഇവളെ പശു എടുത്ത് കുത്തിയെടുത്തെറിഞ്ഞു, ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ദൈവാത്മാവ് അമ്മയെ ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവം സ്തോത്രം. പപ്പ പാപം ചെയ്തതിന്റെ ഫലമായി കുഞ്ഞ് അനുഭവിച്ചതെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. സ്തോത്രം. ഭവനത്തിൽ കയറി വന്ന് ഹല്ലേലൂയ. സ്തോത്രം. പപ്പ വൈകിട്ട് വരുന്നുണ്ടെ ചോദിക്കും. ഞാൻ അങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ലായിരുന്നു എന്റെ ചെറുപ്പത്തിൽ. ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കളിച്ച് ഞാൻ ചുറ്റിനും നടക്കും, പെരയ്ക്ക് ചുറ്റിനും നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം എന്റെ പപ്പ ചോദിച്ചു പെണ്ണെന്തിയെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ ഇന്ന് പാപം ചെയ്തില്ലേ, സ്തോത്രം, നിങ്ങൾ വീട് കയ്യിലെടുത്തില്ലേ, അതിന്റെ ഫലം ആ കുഞ്ഞകത്ത് കിടക്കുന്ന പോയി നോക്കാൻ പറഞ്ഞു. അന്ന് എന്റെ അപ്പൻ മനസ്സിലായി ഈ ദൈവത്തെ മറിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമാ. സ്തോത്രം. നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന കർത്താവാണ്. ഹല്ലേലൂയ. പലപ്പോഴും പലതും നോക്കി ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്ന കർത്താവേ. അത് തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഒരു വെളിപ്പാടുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ്
കർത്താവ് ആരാണെന്നുള്ള ഹാലലുയ ആ വെളിപ്പാട് നമ്മൾ ഉള്ളിൽ കയറിയുണ്ടല്ലോ സ്തോത്രം, നമ്മൾ ഭയങ്കര അതിശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായി തീരും. ഹാലലുയ സ്തോത്രം. അങ്ങനെ ഹാലലുയ അന്ന് പപ്പ തീരുമാനമെടുത്തു, ഇനിയും ഞാൻ പാപം ചെയ്യത്തില്ല സ്തോത്രം. കാരണം പാപം ചെയ്താൽ എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നു മനസ്സിലായി. ഹാലലുയ സ്തോത്രം. ദൈവവചനത്തിൽ അതിനുള്ള തെളിവുകളും ഉണ്ട് കേട്ടോ സ്തോത്രം. ചുമ്മാ വിളിച്ചു പറയുന്നതല്ല, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവവചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നുണ്ട് സ്തോത്രം. നിന്റെ തലമുറയോട് ചോദിക്കും. ഹാലലുയ നമ്മുടെ വിശുദ്ധിയോട് വേർപാടോട് ദൈവസന്നിധി എന്ന് പറയുന്ന കുഞ്ഞുകളിയല്ല ദൈവമക്കളെ സ്തോത്രം. വിശുദ്ധിയോടും വേർപാടോടും നീ നിൽക്കേണ്ട അടുത്ത് നിന്നാലേ ദൈവനാമം നിന്നിൽ കൂടി മഹത്വം എടുക്കുവാൻ കർത്താവ് സഹായിക്കുള്ളൂ. ഹാലലുയ അങ്ങനെ മുന്നോട്ട് പോയി സ്തോത്രം. കൃപയാൽ സ്തോത്രം. 2 സഹോദരന്മാർ ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം. ഞാനുമാണ് ഫാമിലി ആയിട്ട് കർത്താവ് ഞങ്ങളെ ആക്കി. ഹാലലുയ ഞങ്ങളുടെ ചെറുപ്പം മുതലേ അറിയിച്ചിരിക്കുന്ന ആലോചനകൾ സ്തോത്രം, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ എൻ്റെ അമ്മയോട് വാഗ്ദത്തങ്ങളെ അറിയിച്ചതൊക്കെ ഇപ്പം നിറവേറിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം. നിന്റെ 3 മക്കളും ദൈവവേലയ്ക്ക് വേണ്ടി ഉള്ളതാണെന്ന്. അപ്പൊ ഞാനാണ് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും മണ്ടി, ഒരു ഉപയോഗവും ഇല്ലാത്തതും ഒരു കഴിവില്ലാത്തതും. എൻ്റെ സാറുമാർ പോലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖത്ത് നോക്കി, നിനക്ക് 2 ആങ്ങളമാരുണ്ട്, നല്ലതായിട്ട് മിടുക്കരായിട്ട് പഠിക്കും, നീ അവരെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായേക്കുന്നതാണല്ലോ സ്തോത്രം. ഹാലലുയ. എന്നാലേ ഹാലലുയ ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട് സ്തോത്രം, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായി തിരഞ്ഞെടുത്തു എന്ന്. ഹാലലുയ ദൈവമക്കളെ, എനിക്ക് ഇന്നും ഒരു കഴിവില്ല കർത്താവ്, ഹാലലുയ ഒരു കഴിവുമില്ല. എന്നാലേ എന്റെ കർത്താവ് എന്നെ നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ എനിക്ക് സ്തുതിപ്പാതിരിക്കാൻ പറ്റത്തില്ല. ഏതവസരം എന്റെ മുമ്പിൽ തരുന്നോ ഒരു വാക്ക്. ആന്റി ഞാനൊരു കാര്യം പറയട്ടെ, ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചർച്ചകളിൽ വന്നിരുന്ന അനേക ദേവദാസന്മാരും ദാസന്മാരും ഒക്കെ സാക്ഷ്യം പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഞാൻ പറയുമായിരുന്നു, യേശുപ്പിച്ച എനിക്ക് കഴിവില്ല, എനിക്ക് ദൈവവചനത്തിൽ കൂടി ഒന്നും വലിയ ആഴത്തിൽ പറയാനുള്ള കഴിവ് എനിക്കില്ല, എനിക്ക് സാക്ഷ്യം തരണ, എനിക്ക് പറയാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഹൃദയത്തിൽ. എന്നാൽ എന്ത് എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടോ, അതിന്റെ എന്ത് ദൈവം എനിക്ക് നന്മ തന്നിട്ടുണ്ടോ, അതിന്റെ എല്ലാം പുറകിൽ ഒരു സാക്ഷ്യമുണ്ട്. സാക്ഷ്യം തന്ന എന്റെ കർത്താവിനെ നിലനിർത്തി സ്തോത്ര. ഹാലലുയ. ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് ഇനി ഞാൻ കയറുക. എന്റെ ഭവനത്തിന്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ സ്തോത്രം. എന്നാൽ അതിന്റെ ഇടയിൽ എല്ലാം കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഷോർട്ടാക്കി സ്തോത്രം. ഇനി ഞാൻ എന്റെ കർത്താവ് എന്നെ നടത്തിയ കാര്യം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയട്ടെ സ്തോത്രം. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര തലവേദനയുള്ള ഒരു വ്യക്തിയായിരുന്നു. കുനിഞ്ഞ് എനിക്കൊരു പേന എടുക്കത്തില്ല, ഒരു സാധനം നിലത്ത് കിടന്ന് അത് എടുത്തിട്ട് ഞാൻ നിവരുമ്പോൾ എന്റെ തലയ്ക്കാവ് ഇരുന്ന് ഇങ്ങനെ വിങ്ങുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് പറയും, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അമ്മമാരുടെ അടുത്താണല്ലോ പറയാറുള്ളത്. ഞാൻ ഓടിച്ചെന്ന് എന്റെ അമ്മയോട്, അമ്മ എനിക്ക് തലയ്ക്കകത്ത് ഭയങ്കര അസ്വസ്ഥതയുണ്ട്, ഹല്ലേലൂയ എന്നെ ആശുപത്രി കൊണ്ട് കാണിച്ചാൽ കൊള്ളാന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് സ്തോത്രം. അമ്മ മറുപടി പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നമുക്ക് ലോക ഡോക്ടറെ ആശ്രയിക്കാൻ പണമില്ല, നീ മുട്ടുമേലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മൾ പറയുന്ന കാര്യം കുഞ്ഞുങ്ങൾക്ക് ഒറ്റയടിക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നവരെ ഞാനും ഒരു മാതാവാ സ്തോത്രം. എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ആദ്യം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ശീലം കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞെ, നീ പ്രാർത്ഥിക്കും, ദൈവം നിന്നെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കറിയാം എന്റെ അമ്മ ഹല്ലേലൂയ പല അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മയോട് ദൈവാത്മാവ് സംസാരിക്കുന്നു, അമ്മ ദർശനത്തിൽ കൂടി ഓരോന്ന് കണ്ടതും എന്റെ വ്യക്തമായ ഹല്ലേലൂയ ഞാൻ എന്റെ അമ്മ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഉത്തേജകമായിരുന്നു. ഞാൻ അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ സ്തോത്രം, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലെ ആന്റിക്ക് അറിയാമോന്ന് എനിക്കറിയത്തില്ല, പിന്നെ കുമ്പനാട് ആ സൈഡ് സ്തോത്രം പാസ്റ്റർ പേര് തലവടി കുഞ്ഞു എന്ന് പറയുന്ന പാസ്റ്ററാണ്, ഒരു പ്രവാചകനാണ് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആ ദേവദാസൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ഭവനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി കടന്നു വന്നു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ആരാധിച്ചൊഴുതിക്കുമ്പോൾ, അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ, ഞാൻ ഏതോ ഒരു ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ശക്തമായി പരിശുദ്ധാത്മാഭിഷേകത്തെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തലയിൽ വന്ന് കൈവച്ചു പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു, മോളെ നീ തീരാ തലവേദന ഭാരപ്പെടുന്നു, ഏത് ലോക ഡോക്ടറിൽ നീ ആശ്രയിച്ചാലും നിന്റെ തലവേദന മാറുകയില്ല എന്ന് നീ എന്റെ സന്നിധിയിൽ വിട്ടു തന്ന് ആരാധിക്കുന്നു, അന്ന് നിന്റെ ജീവിതത്തിൽ വിടുതലായിരിക്കും. അനേക രാജ്യങ്ങളിൽ നിന്നെ ഞാൻ ഓടിച്ചെന്റെ സാക്ഷിയായി ഞാൻ നിർത്തുമെന്ന് ഒരു വലിയൊരു വാക്തത്വം എനിക്ക് നൽകി തന്നു. ഞാൻ വിചാരിച്ചു, കർത്താവേ കഴിവില്ലാത്ത എന്നെ ഏത് രാജ്യത്ത് ഓടിക്കുവാനാ, എങ്ങനെ കൊണ്ടുപോകാനാ, നിനക്ക് ഞാൻ പല ക്വസ്റ്റ്യങ്ങൾ എന്റെ മുന്നിൽ വന്നു നിന്നു സ്തോത്രം. എന്നാല് എന്നായി വിട്ടുകൊടുത്ത് ആരാധിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രകസനത്തിന്, അല്ലെ മാതാപിതാക്കള് സഹോദരങ്ങൾ എന്ത് പറയും, പാസ്റ്റർ എന്ത് പറയുമെന്ന് പറഞ്ഞ് നീ പോയിരുന്ന് ആരാധിക്കുവാൻ അല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും ശക്തമായി ഏകാഗ്രതയോടെ നല്ല മനസ്സോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ നിന്നെ നടത്തിയ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പബ്ലിക് ഹോളിഡേയുടെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്.
ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞത്തെ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു, വൈകിട്ട് ഞാൻ ഇരുന്ന് മുട്ടുമേലെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ഒരു ദർശനം കാണിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ കാണുന്നത് ഇപ്രകാരമാണ്: സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം എന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുപോലെ ഹല്ലേലൂയ ദേവാസിയെ ഭയങ്കര ഒരു പ്രകാശം എന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്ന ഞാൻ കണ്ടു. ഞാൻ നോക്കുമ്പോൾ ആ പ്രകാശം ചെന്ന് അടിക്കുന്നത് ഹല്ലേലൂയ എന്തോ ഒരു സാധനത്തിന്റെ മണ്ടയ്ക്ക് വലിയൊരു ചാക്ക് മൂടിയിട്ടിരിക്കുക. സ്തോത്രം. ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ഈ ചാക്ക് അത് മാറുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ നോക്കുമ്പോൾ അതിന്റെ വായ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഭയങ്കര ഒരു വടം പോലെ ഒരു വലിയ കട്ടിയുള്ള ഒരു ഇത് കയറും കൊണ്ട് ഇതിനെ ബന്ധിച്ചു വെച്ചിരിക്കും. ഒരു രീതിയിലും ഈ കെട്ടഴിയുവാൻ ചാൻസ് ഇല്ല. ദൈവത്തിന്റെ ആത്മാവിനെ ആ കെട്ടെടുത്തു കാണിച്ചു. സ്തോത്രം. ശക്തമായി ഞാൻ പരിസരം മറന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കെട്ട് അഴിഞ്ഞഴിഞ്ഞു മാറുന്ന കർത്താവിനെ കാണിച്ചു തന്നു. സ്തോത്രം. ഞാൻ നോക്കുമ്പോൾ സ്തോത്രം ഇതിനെ കെട്ടഴിഞ്ഞു മാറി, ഇതിന്റെ മൂടുപടം പൂർണ്ണമായി മാറി. ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞു മൺകുടമാ. സ്തോത്രം. അതിൽ നിന്ന് വെള്ളം ഒഴുകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഒഴുകി അത് തോടായി മാറി, അതൊരു ആറായി മാറി. സ്തോത്രം. ഞാൻ നോക്കുമ്പോൾ അനേകർ ഓടി വരിക അതിൽ നിന്ന് കുടിക്കുവാൻ, അതിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച് കടന്നു പോകുന്ന ഒരു കാഴ്ച അന്നൊക്കെ തമ്പുരാൻ എന്നെ കാണിച്ചു തന്നു. സ്തോത്രം. ഞാൻ ഈ ആരാധന കഴിഞ്ഞേച്ച് എന്റെ തല കുനിച്ചു നോക്കി ചരിച്ചു നോക്കി എന്റെ കർത്താവിനെ വിടുവിക്കുവാനായിട്ട് ഇടയായിരുന്നു. അന്ന് രാത്രിയിൽ ഹല്ലേലൂയ എനിക്ക് മനസ്സിലായി അനേകരെ ദൈവത്തിന്റെ സന്നിധി കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവളായി നിർത്തുവാൻ കർത്താവിനെ കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് അന്ന് മുതൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആരംഭിച്ചു. ഒരു പേഴ്സണൽ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, മറ്റുള്ളവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, അതൊരു താങ്ങ് മാത്രമാ. നിന്റെ ജീവിതത്തിൽ നിനക്ക് വിടുതൽ വേണോ, നിന്റെ ജീവിതത്തിൽ നിനക്ക് സൗഖ്യം വേണോ, നീ പ്രാർത്ഥിച്ചോണം. നീ വ്യക്തിപരമായി സമയം വേർതിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്തോത്രം ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ മൊബൈലിന് അഡിക്റ്റ് ആയിട്ട് ഈ ഇന്റർനെറ്റും ഹല്ലേലൂയ പല സാഹചര്യങ്ങളും വന്ന് ശത്രു നമ്മളെ കണ്ണുകളെ കുരുട്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദിവസങ്ങളിൽ നമ്മൾ പുറത്തു വന്ന് ശത്രുവിന്റെ തന്ത്രങ്ങളെ നമ്മളെ ഒതുക്കുന്ന അവസ്ഥകളെ മാറ്റി നിർത്തി ദിവസങ്ങളിൽ വ്യക്തിപരമായി ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് കർത്താവിന്റെ സമയമാകുമ്പോൾ നമ്മളെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അന്നു മുതൽ ഇന്നു വരെ കർത്താവ് ഓരോ ദർശനം എന്നെ കാണിച്ചു തരുന്നു. ഓരോ കാര്യങ്ങൾ സംഭവിക്കാനുള്ളത് സഭയില് വ്യക്തി ജീവിതം കുടുംബങ്ങളിൽ നടക്കുവാനുള്ള കാര്യങ്ങൾ കർത്താവ് അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ നാമം അതിൽ കൂടി മഹത്വം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്തോത്രം. ദേവദാസിയെ ഞാൻ മുന്നോട്ട് പോട്ടെ. ഹല്ലേലൂയ. അങ്ങനെ വിടുതൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ദൈവത്തെ ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞതിന്റെ കൂട്ട് രുചിച്ചറിഞ്ഞതിന് ശേഷം എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഹേമിക്കാൻ തുടങ്ങി. ദൈവനാമത്തിന് വേണ്ടി നിൽക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ള ആ ഒരു വ്യഗ്രത എന്റെ ഉള്ളിൽ കടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകും. ഹല്ലേലൂയ. വീട്ടിലിരിക്കുമ്പോൾ ശനിയാഴ്ച ദിവസം വൈകിട്ട് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി ഞാൻ അങ്ങോട്ട് രോഗികളായി, ചർച്ചിൽ ആരും രോഗികളായി കിടപ്പുണ്ടെങ്കിൽ അവരെ കാണുവാൻ പോകും. സ്തോത്രം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ ചർച്ചിലുള്ള പറഞ്ഞു ഹല്ലേലൂയ കെട്ടിക്കാൻ പ്രായമായി പെമ്പിള്ളാരെ. സ്തോത്രം. ഈ വീട് തോറും കയറി ഇറക്കുന്ന ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് മനസ്സിന് ഭയങ്കര ഭാരം തോന്നി. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. വേറൊരു രീതിയിലല്ല, ഹല്ലേലൂയ വേറൊരു അനുകൂലത്തെ സ്വഭാവങ്ങൾ ഞങ്ങൾ കാണിക്കാറോ പറയാറുമില്ല. എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു? സ്തോത്രം. എന്നാൽ എന്റെ കർത്താവിന് ഉദ്ദേശമുണ്ടാകുന്ന എന്നെ ഒരു നേഴ്സാക്കി മാറ്റി. സ്തോത്രം. മറ്റുള്ളവരുടെ പരാതികളും പരിഭവവും ഇല്ലാതെ ഏത് സമയത്ത് അത് ICU നേഴ്സായിട്ട് ജോലി ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. ആരും ഇല്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരോട് ചെന്ന് പറയുവാൻ കർത്താവ് നമ്മളെ വിടുവിക്കും. സ്തോത്രം. ദൈവം വലിയവനാണെന്ന് പറയാനുള്ള വലിയൊരു വഴിത്തിരിവ് കർത്താവിന്റെ ജീവിതത്തിൽ ഇടയാക്കി. ഹല്ലേലൂയ. ദൈവനാമം മഹത്വമായി തീരട്ടെ. സ്തോത്രം. ഞാൻ അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ പ്രീ ഡിഗ്രി പഠിച്ചു. 10ാം ക്ലാസ് എന്റെ പഠിത്തം കണ്ടിട്ട് എന്റെ സഹോദരന്മാരൊക്കെ പറഞ്ഞു, നീ എത്ര എഴുതിയാലും എത്ര എഴുതിയാലും നീ 10 പ്രാവശ്യം എഴുതിയാലും പാസ്സാകുകയടി എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ ദൈവം വലിയവനാകട്ടോ. ഞാൻ പറഞ്ഞ പോലെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ കർത്താവ് ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് കർത്താവിന്റെ നാമം നമ്മളിൽ കൂടി മഹത്വം എടുക്കണം. ദൈവമക്കളെ ഹല്ലേലൂയ എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തമാ കുഞ്ഞെ. ഹല്ലേലൂയ അനേകർക്ക് നിന്നെ സഹായിക്കാമായിരുന്നു. എനിക്ക് നേഴ്സിംഗ് പഠിക്കാനൊന്നും എനിക്ക് പൈസയൊന്നും ഇല്ലായിരുന്നു ആന്റി. പക്ഷേങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, എന്റെ അമ്മയുടെ വീട്ടുകാർ ഹൈ ലെവൽ പാർട്ടികളാ. സ്തോത്രം. സഹോദരങ്ങളൊക്കെ അമേരിക്കയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ദൈവനാമം മഹത്വം എടുക്കണം. ഞാൻ പറയട്ടെ, ഒരാളെ നിയമിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഫീസ് അടയ്ക്കാമെന്ന്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആലോചന എന്നോട് ഇപ്രകാരം അറിയിച്ചത് ഇപ്രകാരമാണ്, മോളെ നിന്നിൽ കൂടി ദൈവനാമം മഹത്വം എടുക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതാ. ഹല്ലേലൂയ. അതുകൊണ്ട് ആർക്കും പറയാൻ പറ്റത്തില്ല അവളെ ഞാൻ പഠിപ്പിച്ചെന്ന്. ഹല്ലേലൂയ. ലോൺ പാസ്സായി കിട്ടി, ഞാൻ ലോൺ എടുത്തു പഠിച്ചു. അത് വീട്ടുവാൻ ഞാൻ അതെല്ലാം പറയാൻ വേണ്ടി ഞാൻ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ 10ാം
ക്ലാസ് പാസ്സായി. സ്തോത്രം. ദർശനത്തിൽ കൂടി കർത്താവിനെ കാണിച്ചു തന്നു. എന്റെ ഹല്ലേലൂയ ഞാൻ റിസൾട്ട് അറിയുന്നതും ഞാൻ പാസ്സായ കാര്യങ്ങളെല്ലാം എന്നെ കർത്താവ് കാണിച്ചു തന്നു. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഹല്ലേലൂയ അതിനുശേഷം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവം വലിയവ ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. സ്തോത്രം. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കെ. സ്തോത്രം. ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവരെ ലോകം അറിയും, പ്രാർത്ഥിക്കുന്നവരെ ദൈവം അറിയും. സ്തോത്രം. നീ മുട്ടുമേൽ ഇരിക്കേണ്ട സമയത്ത് ഇരുന്നാൽ പുറത്തു കൊണ്ടുവരും ദൈവത്തിന്റെ സമയമാകുമ്പോൾ. ഹല്ലേലൂയ. ഒതുങ്ങിയിരുന്ന ഞാൻ കഴിവില്ലാതിരുന്ന ഞാനാ. സ്തോത്രം. ദേവദാസിയെ ഞാൻ പറയട്ടെ, പെരുന്നാട് ചർച്ചക്കോടില് നല്ല ശ്രേഷ്ഠമേറിയ കഴിവുള്ളവരായിരുന്നു അതിനകത്തിലുണ്ടായിരുന്നത് മൊത്തം എന്റെ സമയത്ത്. ഹല്ലേലൂയ. ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു യോഗ്യതയും ഇല്ലായിരുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ എന്റെ ഒരു ഫ്രണ്ടിനോട് ഈ കാര്യം പറയാനായിട്ട് ഇടയായിരുന്നു. താലന്ത് പരിശോധനയ്ക്ക് റാന്നി ചെല്ലക്കാട് ചർച്ചിൽ പാട്ട് പാടുവാൻ എന്റെ പേര് വിളിച്ചു. പാട്ട് പാടാനുള്ള കഴിവ് എനിക്കില്ല, എന്നാലും ഞാൻ പോയി മുമ്പിൽ നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പ്രൈസിലോട് പറഞ്ഞ് തുടങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡ് പൊങ്ങി വരുന്നു. സ്തോത്രം. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും. അടുത്ത സൈഡിലോട്ട് നോക്കുമ്പോൾ അടുത്ത സൈഡ് പൊങ്ങി വരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് തല കറങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഒരു പാട്ടെ തുടങ്ങി 4 പാട്ട് പാടി ഞാൻ അവരെ അവസാനിപ്പിച്ചു. എന്റെ കപ്പാസിറ്റി മനസ്സിലായല്ലോ. സ്തോത്രം. ഞാൻ അന്ന് അവിടെ പോയി ഇരുന്നേച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയും മേലിൽ ഞാൻ എഴുന്നേക്കത്തില്ല എന്ന് ഞാൻ മനസ്സിൽ എന്നെ കുറിച്ചിട്ടു. പക്ഷെങ്കിൽ ഞാൻ അവിടെ നിൽക്കത്തില്ല എന്ന എന്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചപ്പോൾ സ്വർഗം എഴുതി നിന്നെ ഞാൻ നിർത്തുമെന്ന്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിന്നെ നിർത്തുമെന്ന് കർത്താവ് അവിടെ എഴുതി. ഹല്ലേലൂയ. എന്നെ കർത്താവ് തമ്പുരാൻ എന്നെ കാണിച്ചു തന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ, വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുന്നതൊക്കെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ദേവദാസിയെ എന്നെ കർത്താവ് കാണിച്ചു തന്ന ദർശനങ്ങൾ. ഹല്ലേലൂയ. എനിക്ക് അതുപോലെ അതിശയകരമായി ഞാൻ പോലും സംശയിച്ചു പോകുമാറ് കർത്താവ് എന്നെ കാണിച്ചു തന്നു. ഞാൻ അന്നേരം മനസ്സിൽ ചിന്തിച്ച്, കർത്താവേ, കഴിവില്ലാത്ത എന്നെ എങ്ങനെ നിർത്തും? ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ കർത്താവിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല, യഹോവയ്ക്ക് സകലവും സാധ്യമല്ലോ എന്ന്. ആ ദൈവത്തിന്റെ വചനത്തിലെ വചനം ഓരോന്നും എന്റെ ജീവിതത്തിൽ നിവർത്തിയാവുവാൻ കർത്താവിനെ സഹായിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ പ്രീ ഡിഗ്രി പോയി ചേരുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു അമ്മച്ചി സ്തോത്രം പറഞ്ഞു, എന്റെ അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, ലീലാമ്മയെ അവളെ എന്തോത്തിന് വിടാനാ? സ്തോത്രം. ഹല്ലേലൂയ. വല്ല തയ്യൽ വല്ലതും പഠിപ്പീര് എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാല് എന്റെ അമ്മ പറഞ്ഞു, എന്റെ അമ്മയുടെ അഭിപ്രായം ഞാൻ ഓർക്കാറുണ്ട്. സ്തോത്രം. വല്ല ഇംഗ്ലീഷിലെ 4 അക്ഷരം മനസ്സിലാവുമെങ്കിൽ മനസ്സിലാകട്ടെ മാമേ, അവള് പോയിട്ട് പ്രീ ഡിഗ്രി ചേരട്ടെ എന്ന് പറഞ്ഞു. അന്ന് പ്രീ ഡിഗ്രി +2 തുടങ്ങുന്നതേ ഉള്ളൂ, തുടങ്ങുന്ന സമയമാ. അതിൽ പോയി ചേരട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. അന്നേരം എന്റെ അമ്മ ഇത് കേട്ടേച്ച് എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ മറ്റുള്ളവർ നിന്നെ പറ്റി പറയുന്ന. സ്തോത്രം. പഠിച്ചാൽ നിനക്ക് കൊള്ളാമെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. പക്ഷെ ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. ദേവദാസിയെ ഞാൻ അകത്ത് കയറി ഞാൻ മുട്ടുമടക്ക് 8:45 സമയമുണ്ടെങ്കിൽ ഞാൻ അകത്ത് കയറും കഥ അടച്ചിട്ട് 15 മിനിറ്റ്. സ്തോത്രം. കൂടിയ സമയം മുതൽ 15 മിനിറ്റ് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കും. കർത്താവിനോട് ഞാൻ പറയും, അപ്പച്ചാ എനിക്ക് കഴിവില്ല, ഞാൻ ഈ ഭവനത്തിനൊരു ഭാരമായി തീരരുത്, എന്റെ സഹോദരങ്ങൾക്ക് ഞാനൊരു ഭാരമായി തീരരുത്. കർത്താവേ, അങ്ങയുടെ നാമം എന്നിൽ കൂടി മഹത്വമെടുക്കണമെന്ന് ഒരു ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്കറിയത്തില്ലാത്ത ദേവദാസനെ ഹല്ലേലൂയ എന്റെ തലയിൽ വന്ന് കൈവച്ചു പറഞ്ഞു, കുഞ്ഞെ, നീ നിന്റെ ഭവനത്തിനൊരു ഭാരമായി തീരത്തില്ല. ഞാൻ ഞെട്ടിപ്പോയി. ദേവദാസിയെ ഞാൻ പ്രാർത്ഥിച്ച അതേ വേടാ ഞാൻ കേൾക്കുന്നത്. നീ ചോദിക്കുന്നു, നീ നിന്റെ ഭവനത്തിനൊരു ഭാരമായി തീരുമോന്ന്? ഇല്ല, നീ ഒരു ഭാരമായി തീരത്തില്ല കേട്ടോ. യോസേഫിനെ എപ്രകാരം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സഹോദരന്മാർക്ക് വിളമ്പിത്ത കൊടുക്കത്തക്ക വിധത്തിൽ ഞാൻ നിന്റെ പക്കൽ ഏൽപ്പിക്കും. ഒരു വാക്തത്തിന്റെ വചനം എനിക്ക് നൽകി തന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ നീ ഹല്ലേലൂയ ചേർത്തുകൊള്ളണം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ആണ് ഞാൻ ഹല്ലേലൂയ എന്നോട് അന്ന് സംസാരിച്ചത്. സ്തോത്രം. മറ്റുള്ളവരെ നീ ചേർത്തുകൊള്ളണം. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സമയത്ത് നീ കൊടുക്കണം. ഹല്ലേലൂയ. താങ്ങേണ്ട സമയത്ത് നീ ഇവരെ താങ്ങണമെന്നുള്ള വാക്തത്വം ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവനാമം മഹത്വമെടുക്കട്ടെ. എന്റെ കർത്താവ് അപ്രകാരവനെ കൊണ്ടുവന്നു. സ്തോത്രം. ഇന്നും എനിക്ക് യോഗ്യതയില്ല, എന്നാൽ ഞാൻ ആകുന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാൽ. അനേകർക്ക് കൊടുക്കുവാൻ ഒരു കഷ്ടതയുടെ മുമ്പിൽ ഒരാൾ എന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ അതെനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഞാൻ പോയ വഴികൾ, കർത്താവ് എന്നെ ഹല്ലേലൂയ കൊണ്ടുപോയ വഴികൾ ഞാൻ ഓർക്കാറുണ്ട്. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. ഹല്ലേലൂയ. ഈ മാതാവ് ഇപ്രകാരം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒരു കാരണവശാലും എനിക്ക് പോലും അറിയത്തില്ല ഞാൻ പാസ്സാകുമോന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ പ്രാർത്ഥന മുടക്കത്തില്ല. എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകും. ഞാൻ പെണ്ണാണല്ലോ. സ്തോത്രം. മറ്റുള്ളവർ എന്റെ കൂട്ടത്തിൽ വേണം. അതിനുവേണ്ടി ഞാൻ അയലോക്കത്ത് പോയി ആരെങ്കിലും ഒക്കെ കൂട്ടും. പ്രാർത്ഥനയ്ക്ക് പോകാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് എല്ലാവരെയും കൂട്ടി ഉത്സാഹിപ്പിച്ച് ഞാൻ ഇവരുടെ കൂടെ പോകും. എന്റെ മാക്സിമം ഞാൻ പ്രാർത്ഥന മുടക്കാതെ ഞാൻ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാനിപ്പോ ചിന്തിക്കാറുണ്ട്, ആ ദൈവം നൽകി തന്ന ഞാൻ നല്ല സമയങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും മടി കൂടാതെ വണ്ണം ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിനെ സഹായിച്ചു.
സഹായിച്ചു. ഞാനിങ്ങനെ കാണുക സ്തോത്രം. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി, ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു. ഞാൻ ഭവനത്തിൽ കടന്നുറങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചെന്നൊരു ദർശനം. ഇന്ന് ദൈവമക്കളെ എനിക്ക് സന്തോഷത്തോടെയും ഞാൻ ദൈവനാമ മഹത്വത്തിനാക്കി ഞാൻ പറയട്ടെ സ്തോത്രം. ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ്, ഞാൻ കയറിപ്പോന്ന വണ്ടി ചെമ്പക്കര സ്തോത്രം, കോട്ടയം ചെമ്പക്കര ആന്റിക്കൊക്കെ അറിയായിരിക്കും സ്തോത്രം. റാന്നി സെന്റ് തോമസ് കോളേജിന് മുമ്പിൽ ചെന്ന് ഞാൻ ഇറങ്ങി. ഞാൻ ക്യൂ നിൽക്കുന്നതും സ്തോത്രം, ഞാൻ മാർക്ക് ലിസ്റ്റ്, എന്റെ നമ്പർ വിളിച്ച് ഞാൻ മാർക്ക് ലിസ്റ്റ് മേടിച്ച് ഞാൻ എന്നെ കർത്താവിനെ കാണിച്ചു തരുവാണ്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ യു പാസ്ഡ് എന്നുള്ള ലൈന് എന്റെ കർത്താവിനെ കാണിച്ചു തരുവാ സ്തോത്രം. കാണിച്ചെന്ന് ഞാൻ സൈൻ ചെയ്ത ഈ മാർക്ക് ലിസ്റ്റ് മേടിച്ചിട്ട് എന്നെ കർത്താവ് കാണിച്ചു തന്ന ഒരു കാഴ്ചയുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഓടിപ്പോകുന്നതിന് മുമ്പായി ഞാൻ അവിടെ കൈ ഉയർത്തി നിന്ന് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാഴ്ച. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ദേവദാസിയെ, എന്റെ ചങ്ക് ഇപ്പോഴും പെടുന്ന ഒരു കാര്യമാ. നമുക്ക് ദൈവം ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കരുത് കേട്ടോ. നമ്മൾ കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം സ്തോത്രം. അതാണ് നമ്മുടെ അപ്പച്ചൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പാസ്സായതൊന്നും അല്ല, എന്റെ ഹൃദയത്തിൽ സന്തോഷം എനിക്ക് കാണിച്ചു തന്നെ ആ അപ്പൻ എന്നെ കാണിച്ചു. ഞാൻ കൈ ഉയർത്തി എന്റെ യേശുപ്പനെ സ്തുതിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എടി ഞാൻ പാസ്സായി. ഞാൻ ഓടി ചെന്ന് എന്നെ ആര് എന്നോട് പറഞ്ഞു, എന്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ അവരുടെ വീട്ടിലേക്കാ പോകുന്നത്, എന്നെ കർത്താവ് കാണിച്ചു തന്നെ. ഞാൻ ആ അമ്മച്ചിയുടെ അടുത്ത് കയറി പറഞ്ഞു, അമ്മച്ചി ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. നീ പാസ്സായില്ലേന്ന് ചോദിച്ചു. എന്റെ അമ്മയോട് പറഞ്ഞു, ലീലാമ്മേ ഇനി അവളെ ശ്രദ്ധിക്കേണ്ട, അവള് പഠിച്ചോളും. ആര് എതിര് പറഞ്ഞു അവരെ കൊണ്ട് കർത്താവ് തിരുത്തി പറയിപ്പിച്ചു. അതേ നാവ് കൊണ്ട് ഇനിയും നീ ശ്രദ്ധിക്കേണ്ട, അവള് പഠിച്ചോളുമെന്ന് സ്തോത്രം. ആര് നമ്മളെ നിന്ദിച്ചോ, ആര് നമ്മളെ പഴിച്ചോ, അവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവത്തെ, ദൈവമക്കളെ ഞാൻ നീ സേവിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ മുന്നോട്ട് പോയി പ്രീ ഡിഗ്രി പാസ്സാകുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു സ്തോത്രം. ഞാൻ ഹല്ലേലൂയ. അതിനുശേഷം ബറോഡയിലെ പോയി ഒരു വർഷം അങ്ങനെ എന്റെ പോകാനായിട്ട് ഇടയായി തീർന്നു. അതിന് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം നേഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് സാമ്പത്തിക അവസ്ഥകൾ, എന്റെ പപ്പായിക്ക് പെട്ടെന്ന് അത്രയും പൈസ വലിയ തുക എടുത്തു കൊടുക്കാൻ അന്നത്തെ കാലത്ത് കഴിവില്ലാത്തതുകൊണ്ട് പപ്പാനോട് പറഞ്ഞു, കുഞ്ഞെ നിന്നെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നീ പ്രാർത്ഥിച്ച് കർത്താവ് നിനക്ക് വേണ്ടി വലിയ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ടാണ് ആ പെരുന്നാട് ബാങ്കിൽ നിന്ന് ഒരു എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി തരുവാനായിട്ട് കർത്താവിന്റെ കൃപയാ അത് സംഭവിച്ചു ദേവദാസി. അങ്ങനെ അത് പാസ്സായി കിട്ടി. ഞാൻ പഠിക്കുവാൻ പോകാനായിട്ട് തീരുമാനിച്ചു. നേഴ്സിംഗ് സ്കൂളിൽ ഞാൻ ചെന്നതിന് ശേഷം കർത്താവ്, ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ. എന്നെ ആരും കൊണ്ടുവിടുവാനോ, ഞാൻ പറയാം കർത്താവ് എന്നെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്, കർത്താവ് എന്തുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. നമ്മൾ ചിന്തിക്കാറുണ്ട് പല രീതികളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് ഒറ്റയ്ക്ക്, കൂട്ടിനാരുമില്ലല്ലോ. പലരും നമ്മളെ സഹായിക്കും നമ്മൾ പ്രതീക്ഷിക്കും പല രീതിയിലും. 10ാം ക്ലാസ് വരെ പഠിച്ചു സ്തോത്രം. എന്റെ ഒറ്റ ക്ലാസ് മീറ്റിങ്ങിന് എന്റെ പേരൻസ് വന്നിട്ടില്ല. കാരണം എന്റെ പഠിത്തത്തിന് മഹാത്മ്യം കൊണ്ടായിരിക്കാം സ്തോത്രം. എന്റെ സഹോദരന്മാരുടെ മീറ്റിങ്ങിനൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ മീറ്റിങ്ങിന് വന്നിട്ടില്ല. പ്രീ ഡിഗ്രി ദേവദാസിയെ തന്നെ പോയി ചേർന്ന് പഠിച്ചു. അവിടെയും പേരൻസ് വന്നിട്ടില്ല. നേഴ്സിംഗിന് പഠിക്കാനായിട്ട് എന്നെ പ്രാർത്ഥിച്ചു വിടുക എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ വീട്ടിൽ എന്നെ മേ ബി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആ സാമ്പത്തിക വിഷയങ്ങൾ കാരണത്താൽ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് തന്നെ വിട്ടതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന ഇപ്രകാരമാണ്, കർത്താവെ പഠിച്ച് എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ചു എന്നല്ല, ദൈവനാമ മഹത്വത്തിനാക്കി എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ കരഞ്ഞില്ല. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കരയാതെ സന്തോഷത്തോടെ ഒരു പെട്ടിയോ ഒരു ബാഗും എടുത്തോടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും കരയുക. അവരുടെ സഹോദരങ്ങളുണ്ട് കൂടെ, അവരുടെ മാതാപിതാക്കളുണ്ട് കൂടെ. എല്ലാവരും വീട് വിട്ടു പോകുന്നതിന്റെ സങ്കടം. എല്ലാവരും നിന്ന് കരയുക. ഞാൻ ഒരാൾ മാത്രം ഒരു ബാഗും ഒരു പെട്ടിയും പിടിച്ചോണ്ട് ഞാൻ നിൽക്കുക. എന്നെ കണ്ടിട്ട് പലരുടെയും കണ്ണുനീര് അവിടെ നിന്നു. നോക്കി ഈ കൊച്ചു, മാതാപിതാക്കൾ പറയാനായിട്ട് തുടർന്നേക്ക് ഈ കൊച്ചു തന്നെയാണ്, നീ നോക്ക് ആ കൊച്ചു നല്ല എത്ര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്കിപ്പോ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. കർത്താവിന്റെ ദയ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് എന്നെ വലങ്കയ്ക്ക് പിടിച്ചു. എന്റെ അപ്പച്ചൻ അവരെ ലോകത്തെ കൊടുത്ത മാതാപിതാക്കൾ അവരുടെ കൂടെ ഉണ്ട്. എന്നാൽ ഈ ഉലകത്തെ സൃഷ്ടിച്ച കർത്താവായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹല്ലേലൂയ നേഴ്സിംഗ് പഠിക്കാനായിട്ട് അവിടെ ചേർന്നു, പഠിച്ചു. സ്തോത്ര. ഹാല ദൈവത്തിന്റെ കൃപയാ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദേവദാസി. അങ്ങനെയാണ് ആൻസിയെ, എന്റെ കൂട്ടത്തിൽ പഠിച്ചാണ് ആൻസി. അവളെ പ്രാർത്ഥിക്കുവാൻ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മാസത്തിലെ ഒരു ദിവസം ഞങ്ങൾക്ക് യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ആഴ്ചയിലും ഒരു ദേവദാസം വന്ന് അവിടെ പ്രാർത്ഥന നടത്തുമായിരുന്നു. ഹാലലൂയ. എന്നാൽ അതിലുപരിയായി ഞങ്ങളുടെ റൂമുകളിൽ എന്റെ റൂമിലും പ്രാർത്ഥനയൊക്കെ ക്രമീകരിച്ച് അനേകരെ ആത്മീയത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇപ്പൊ അനേകര് ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നു. നമുക്ക് വിതയ്ക്കാനുള്ള സമയം നമ്മൾ വിതയ്ക്കുക,
കൊയ്യാനാ തമ്പുരാനാ, അത് കൊയ്തോളും തക്ക സമയത്ത്. സ്തോത്രം. അങ്ങനെ ഈ ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള അനേക പ്രോഗ്രാമുകളൊക്കെ ഇപ്പൊ നടക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തുവാ ഹല്ലേലൂയ എങ്ങനെയാണെന്നൊക്കെ മറ്റു പലരും ചിന്തിക്കും. സ്തോത്രം. പല അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കും. അതൊന്നും മൈൻഡ് ചെയ്യരുത് ദേവദാസി. കർത്താവിന് വേണ്ടി വിശ്വസ്തയോട് നിന്ന നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളം ദൈവനാമത്തിന് വേണ്ടി കൊടുത്താൽ ഹല്ലേലൂയ നമ്മുടെ മനസ്സ് നമ്മൾ അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നല്ല മനസ്സോട് നമ്മൾ ചെയ്യുന്നത് കർത്താവ് അറിയുന്നുണ്ട്. ഇരട്ടി പ്രതിഫലം തന്ന് നമ്മുടെ തലമുറമേൽ ഹല്ലേലൂയ ആരും നശിച്ചു പോകാതെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യും. അതിനിടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നേഴ്സിംഗ് അവിടുത്തെ കോളേജിലെ വിദ്യാഭ്യാസം തുടങ്ങി. സ്തോത്രം. ഞങ്ങളങ്ങോട്ട് ചെന്ന് ഫ്രഷേഴ്സ് എന്നാണ് ഞങ്ങളെ പറയുന്നത്. സ്തോത്രം. ഫസ്റ്റ് ഇയർ സെക്കൻഡ് തേർഡ് ഇയറിലെ ചേച്ചിമാർ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ സ്തോത്രം ഒരാൾ ഫ്രഷേഴ്സിന്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും എന്നെ തോണ്ടി, നമ്മൾ പെന്തിക്കോസുകാരിയാണ്, കാതലും കഴുത്തലും ഒന്നും ഇല്ലാതെ ചെന്നിരിക്കുക. സ്തോത്രം. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊന്നും കുത്തു വന്നു. പ്രാർത്ഥിക്കും. പെട്ടെന്ന് ഞാൻ ചാടിക്കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ദൈവദാസന് പറഞ്ഞു, അടുത്ത മീറ്റിംഗിലേക്ക് പ്രസംഗിക്കുന്ന ആരാ? സ്തോത്രം. ഫ്രഷേഴ്സിനകത്ത് ഇപ്പൊ ചേച്ചിമാര് പോകും. അടുത്ത മാസം ആകുമ്പോഴും ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആകും. ആരാ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചു. ആരും മിണ്ടുന്നില്ല. ഞാൻ എന്റെ മനസ്സിൽ കരുതിയിരിക്കുന്നത് എങ്ങനാ, ഞാൻ ഇനിയും പ്രസംഗിക്കാൻ നിൽക്കത്തില്ല. ഒന്ന് പാട്ട് പാടാൻ നിന്നതിന്റെ ക്ഷീണം അതെന്റെ ഹൃദയത്തിലുണ്ട്, എനിക്കറിയാം നന്നായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കുവാണ്, ഞാൻ ഇനിയും പാട്ട് പാടാൻ മീൻസ് പ്രാർത്ഥിക്കാനൊക്കെ ഓക്കെ ഞാൻ നിൽക്കാം, പ്രാർത്ഥിച്ചോളാം. പക്ഷെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ ഒട്ടും കഴിവില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുക. ഉടനെ അവിടെ നിന്ന് പാസ്റ്റർ പറയുക, ഇന്ന് ആരാ പ്രാർത്ഥിച്ച് അവര് പ്രസംഗിക്കുന്നതായിരിക്കും. എന്റെ ചങ്കിനകത്ത് തീ പോലൊരു മിന്നൽ വന്നു. ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ എന്തോ പ്രസംഗിക്കും. എനിക്ക് ചേച്ചിമാരെ പേടിച്ചിട്ട് എനിക്ക് റിഫ്യൂസ് ചെയ്യാനും പറ്റത്തില്ല. എന്റെ പേരും എഴുതി. ആൻറ്റി അത്ഭുതം പറയട്ടെ, എനിക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ 4th ഗ്രൂപ്പ് എടുത്താ പഠിച്ചത്. ഞാൻ സയൻസിലേക്ക് വന്ന് കയറി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അനാട്ടമിയും കാര്യങ്ങളും ഒക്കെ. ഇന്നും എനിക്ക് ഒരു ബോധവും ഇല്ല. പക്ഷെ എനിക്ക് കർത്താവിന്റെ കൃപയാൽ എന്നെ നടത്തുവാകട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ ആ സമയമായപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഞാൻ ക്ലാസ് എല്ലാം കഴിഞ്ഞ്, അന്ന് ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടായിരുന്നു. സ്തോത്രം. പെട്ടെന്ന് ഞാൻ ഫ്രഷ് ആകാൻ വേണ്ടി ഞാൻ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്ത് പറയും, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ 4 പേരുടെ മുമ്പിൽ നിന്നിട്ടില്ല. ഞാൻ നിന്ന കാര്യം എന്റെ തമ്പുരാൻ അറിയാം. സ്തോത്രം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വലിയ ഒരു ദൈവ സാന്നിധ്യം ഞാൻ അവിടെ നിന്ന് അനുഭവിക്കാനായിട്ട് ഇടയാ തീർന്നു. എന്നോട് ഒരാൾ വന്നിരുന്ന് സംസാരിക്കുന്നത് പോലെ ആന്റി അബ്രഹാമിനെ പറ്റി എനിക്ക് പല വാക്യങ്ങൾ കർത്താവ് എനിക്ക് നൽകി തരുവാനായിട്ട് ഇടയാ തീർന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ എന്തുവാ ഇത് ഞാൻ അനുഭവിക്കുന്ന സ്തോത്രം. ഇതെല്ലാം ഞാൻ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ഉരുവിട്ട് പെട്ടെന്ന് ഞാൻ ഫ്രഷ് ആയിട്ട് ഞാൻ റൂമിൽ ചെന്ന് ഞാൻ ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ എന്നോട് സംസാരിച്ച വാക്യങ്ങളെല്ലാം ഞാൻ കാണുന്നത്. എന്നാൽ അന്ന് ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കാൻ എനിക്കൊട്ട് തോന്നിയില്ല. ഇതെല്ലാം കണ്ടു വായിച്ചു. എന്നുവെച്ച് ഈ ബൈബിൾ എടുത്തോണ്ട് ഞാനങ്ങ് പോയി. എന്നിട്ട് എന്റെ റൂമിൽ 6 പേരുണ്ട്. അതിൽ പലരും പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല ഇന്ന് ഇവളുടെ പ്രസംഗം കേൾക്കാൻ. കാരണം സീനിയേഴ്സ് ചേച്ചിമാര് കമന്റ് അടിക്കുന്നത് നമ്മളെയും കൂടെ അടി, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു എലിസബത്ത് ഉണ്ടായിരുന്ന ഒരു മർത്തോമക്കാരി ഹല്ലേലൂയ, അവൾ ഇന്ന് വിശ്വാസത്തിലാ. അവൾ പറഞ്ഞു, ഞാൻ പോകും, അവൾ എന്തോ പറഞ്ഞാലും ഞാൻ ഇത് കേൾക്കാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്റെ കൂട്ടത്തിൽ വന്നു. സ്തോത്രം. ഇന്ന് അവൾ ആ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. അങ്ങനെ ഞാൻ പ്രാർത്ഥന അവിടെ തുടങ്ങി. സ്തോത്രം. പ്രാർത്ഥന തുടങ്ങി. എന്റെ പേര് വിളിച്ചാണ്ടി ഞാൻ അവിടെ ചെന്ന് നിന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വാക്യം വായിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാനല്ല അവിടെ സംസാരിച്ചത്. കർത്താവിന്റെ കൃപ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്റെ സീനിയേഴ്സ് വന്ന് ചോദിക്കുക, പപ്പ ഏത് സഭയിലാ ശുശ്രൂഷിക്കുന്നതെന്ന്. സ്തോത്ര ഹല്ലേലൂയ. ദൈവനാമ മഹത്വത്തിനാക്കി ഞാൻ പറയട്ടെ, അന്നും ഇന്നും എനിക്ക് കഴിവില്ല. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് കർത്താവിന്റെ കൃപയാ. സ്തോത്രം. ദൈവം ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ എനിക്കൊരു വാക്ക് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ആ മുമ്പിൽ നിന്ന് അവിടെ നിന്നെല്ലാം സ്തോത്രം ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആൻസി ഓൾറെഡി ടെസ്റ്റിമണി പറഞ്ഞു. അവളെ സ്തോത്രം ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് വയറുവേദന എടുത്ത് ലൂസ് മോഷനായി കടന്നപ്പം എന്നോട് പറഞ്ഞു, സൂസനെ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നത്, എന്നെ നീ പ്രാർത്ഥിക്കുവാനോ ഒന്നും പറയരുത് എന്നോടെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു, അല്ല നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചില വഴിയിൽ കൂടി കർത്താവ് കൊണ്ടുവരുന്ന നമ്മളെ ഓരോ മുഖാന്തരത്തിന് കാരണമാക്കി തീർക്കുക. ഇവിടെ എന്നോട് ഞാൻ ഇന്ന് ഞങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ചയും TV കാണാനുള്ള സമയമുണ്ട്. അല്ലെ, എന്നാൽ ഇവരെല്ലാം TV കാണാൻ പോകുമ്പോൾ ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിക്കും. സ്തോത്ര ഹല്ലേലൂയ. ആ സമയം കിട്ടുന്ന ഞാൻ പാഴാക്കാതെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കും. ഞാൻ എന്നെ മെസ്സിയിൽ നിന്ന് കയറി വരുമ്പോഴാണ് ഇവള് ക്യാനുലേക്ക് ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ചോദിച്ചു, മോളെ എന്തോ പറ്റിയടി? പറഞ്ഞടി, എനിക്ക് തീരെ മേല, ഞാൻ ആശുപത്രി പോയി, നീ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവള് പറഞ്ഞു വിശ്വസിക്കുന്നു. അവൾ ഓൾറെഡി പറഞ്ഞെന്നാ എനിക്ക് വിശ്വാസം സാക്ഷ്യത്തിനകത്തില്. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് ഇവളെ റൂമിൽ
ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, നീ വിശ്വസിക്കുന്നുണ്ടോ ഈ ദൈവത്തിലെ? ഹല്ലേലൂയ. നീ വിശ്വസിച്ച ആ ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണുമെന്ന് പറഞ്ഞു. ആ വെള്ളം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം അവൾക്ക് കൊടുത്തു. സ്തോത്രം. ദേവദാസിയെ അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ശരീരത്തിൽ അത് രുചിച്ചറിയാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. അന്നു മുതൽ ഞാൻ നീ എന്റെ പേര് പറയല്ലെന്ന് പറഞ്ഞ ഹാലലൂയ വ്യക്തി എന്നോട് പറഞ്ഞു, സൂസനെ എനിക്ക് സമയം തരണം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് എനിക്ക് സ്തോത്രം ഭയങ്കര സന്തോഷമാ. ദുബൈയുടെ പ്രദേശത്ത് അവൾ ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വിളിച്ച എന്നോട് പറഞ്ഞു, എടി എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നുവെങ്കിൽ ലാഭം. ഹല്ലേലൂയ. അത് കേൾക്കുന്ന ആ ദേവദാസിയെ നമ്മുടെ ജീവിതത്തിലെ അത് വലിയൊരു ഹല്ലേലൂയ ഹല്ലേലൂയ എൻകറേജ്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർ ദൈവനാമത്തിന് വേണ്ടി ഒരു ചെറിയൊരു പ്രാർത്ഥന. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഒരു വാക്കുമതി വിടുവിക്കപ്പെടുവാൻ ജനം. ഹല്ലേലൂയ. അനേക കഷ്ടതയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ചുറ്റുപാടുകളിൽ. പലപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഓക്കെ, പിന്നെ മറ്റുള്ളവരുടെ കാര്യം നമുക്ക് ബിസി ആക്കിക്കൊണ്ട് നമ്മൾ പോവുക. എന്നാൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഒരാൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് കേൾക്കാൻ നോക്കിയിരിക്കുന്ന അനേകരുണ്ട്. അനേകർ സമാധാനമില്ലാതെ കഷ്ടതയിൽ കൂടി രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരം കൊത്തവണ്ണം നമ്മൾ മുന്നേറണം. അവിടെയാണ് ഞാൻ പറയുന്നൊരു കാര്യം, എല്ലായിടത്തും പറയുന്നൊരു കാര്യം ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. നമ്മള് ഹല്ലേലൂയ സ്തോത്രം ദൈവരാജ്യത്ത് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെന്ന്. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളോട് ഞാൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുവാൻ ഇടവരരുത് കേട്ടോ. സ്തോത്രം. പാടുവാനാണോ നിനക്ക് കർത്താവ് കൃപ തന്നിരിക്കുന്നത്? പ്രാർത്ഥിപ്പാനാണോ? ഹല്ലേലൂയ. മറ്റുള്ളവരെ സഹായിക്കുവാനാണോ? സ്തോത്രം. കഷ്ടത്തിലായിരിക്കുന്നവരെ ശുശ്രൂഷിക്കുവാനാണോ? ഏത് രീതിയിൽ പ്രസംഗിക്കുവാനാണോ? 4 വാക്ക് മറ്റുള്ളവരെ സാക്ഷ്യം പറയുവാനാണോ? പലരുടെയും പല രീതിയിലല്ലേ ആന്റിയെ. ഓരോരുത്തർക്കും ഓരോ സെയിം ശുശ്രൂഷയല്ല, വ്യത്യസ്ത ശുശ്രൂഷയാണ് നമുക്ക് നൽകി തന്നിരിക്കുന്ന കർത്താവ്. നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് കർത്താവ് നമ്മളീ പകർന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ചിലർക്ക് 4 പേരുടെ മുമ്പിൽ നിൽക്കാൻ മടിയായിട്ടുള്ളവർ കാണും, എന്നാൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവര്. ഹല്ലേലൂയ സ്തോത്രം. ഓരോ രീതിയിലും കർത്താവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ മുന്നേറണം. ഹല്ലേലൂയ. ശത്രു നമ്മളെ ഒതുക്കരുത് ഒരു രീതിയിലും. ഹല്ലേലൂയ. ദൈവനാമത്തിന് വിശ്വസ്തയോടെ നിൽക്കണം. നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള പേരിന് നമ്മൾ ഉടമയായി തീരണം. ഹല്ലേലൂയ. ലജ്ജിച്ച് തല താഴ്ത്തി നിന്ന് കുഞ്ഞെ നമ്മളെ നോക്കി ദൈവം ദുഃഖിക്കുവാൻ ഇടവരുത്തരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ അതിനായി ഒരുക്കട്ടെ. സ്തോത്രം. അങ്ങനെ ഞാൻ ഹല്ലേലൂയ നേഴ്സിംഗ് പഠിക്കുന്ന മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഈവൻ തോ എനിക്ക് 10,000 രൂപ പോലും എന്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ റിലേഷനിൽപ്പെട്ട 2 പേർക്ക് ഞാൻ ലെറ്റർ എഴുതി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഒരാൾ മറുപടി അയച്ചു, 10,000 രൂപ അയച്ചു തന്നു. സ്തോത്രം. അങ്ങനെയാണ് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെങ്കിൽ നേഴ്സിംഗ് പഠിച്ചു 1 വർഷം കഴിഞ്ഞു. ആന്റി, 1 മാസത്തിൽ ഞങ്ങൾക്ക് 10 രൂപ സ്വത്രാഴ്ച ഇടണം. 10 രൂപ 1 മാസത്തിൽ, ഒരാഴ്ച, ഒരു ദിവസം 10 രൂപ. അത് ഞാൻ കളക്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രസംഗിക്കുകയൊക്കെ ചെയ്ത കാരണം ഞാൻ എന്നെ ഉയർത്തുവല്ല, ഞാൻ ദൈവത്തിന്റെ സന്നിധി താഴ്ന്നു. ഇന്ന് ഞാനൊരു ബിഗ് സീറോയാണ്. ഞാൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പറയട്ടെ ദൈവനാമത്വത്തിനാക്കി. അതുകൊണ്ടാണ് എന്നെ ഈ പേപ്പർ, ഈ ബുക്ക് എന്നെ ഏൽപ്പിച്ചു. ഞാനാണ് ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കളക്ട് ചെയ്യുന്നത്. ഞാൻ നോക്കി, എന്റെ പേഴ്സ് വന്നു. മറ്റുള്ളവരുടെ അടുത്തെല്ലാം പോയി ബുക്കുമായിട്ട് നടന്ന് പേര് എഴുതി പൈസ മേടിച്ച് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ, നമ്മൾ വിശ്വസ്തത ആയിരിക്കണം. ഒരു 5 പൈസയ്ക്ക് പോലും കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവിശ്വസ്തരാകരുത്. വിശ്വസ്തയോടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. എന്റെ പേഴ്സ് വന്ന് ഞാൻ തപ്പിയപ്പോൾ എനിക്ക് 4-5 രൂപ മാത്രമേ ഉള്ള ആന്റി. എനിക്ക് എന്റെ കയ്യിൽ ഒരു 10 രൂപ എന്റെ കയ്യിൽ എടുക്കാനില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇത്രയും പേരെ നിന്ന് പിരിച്ച് ഞാൻ കൊണ്ടുവന്ന എനിക്ക് ഈ 10 രൂപ ഇടാൻ എന്റെ കയ്യിലില്ലല്ലോ കർത്താവേ. ഞാൻ പ്രാർത്ഥിച്ചു. ഭയങ്കര ഭാരമായി തീർന്നു എനിക്ക്. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, കടം മേടിച്ചാണെങ്കിലും ഞാൻ കൊടുക്കും. ഇത് കടം മേടിച്ചാണെങ്കിലും ഞാൻ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുമെന്ന് മനസ്സിൽ എന്റെ വന്നു. പെട്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരി അടുത്ത് പറഞ്ഞു, എടി എനിക്കൊരു 10 രൂപ കടം തരാൻ പറഞ്ഞു. അവള് കടം തന്നിച്ച് പറഞ്ഞു, എടി എൻ്റെ അന്നൊക്കെ 10 രൂപ, ഇന്നത്തെ 100 രൂപയ്ക്ക് വിലയുണ്ട്. എന്നോട് പറഞ്ഞു, എടി എനിക്ക് ഈ ആഴ്ച തിരിച്ചു തരണം, നിന്റെ കിട്ടും. ഞാൻ പറഞ്ഞു, തരാമെന്ന് പറഞ്ഞു. ദൈവനാമത്തിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ തരാമെന്ന് മറുപടി കൊടുത്ത് ഞാൻ ഈ 10 രൂപ മേടിച്ചു. ഞാൻ സ്വത്രാഴ്ച ഇട്ടു. സ്വത്രാഴ്ച ഇട്ടിട്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് റൂമിൽ വന്ന് കിടക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ 10 രൂപ എനിക്ക് തിരിച്ചു കൊടുക്കാനില്ല. ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പറയാൻ പറ്റത്തില്ല. എന്റെ വീടിന്റെ അവസ്ഥ എന്റെ കർത്താവിനറിയാം. ഞാനും ദൈവവുമായി മാത്രം ആന്റി. അന്നും ഇന്നും എന്റെ ഭാരം ഞാൻ മറ്റുള്ളവരോട് പറയത്തില്ല. പക്ഷെ മറ്റുള്ളവരുടെ ഭാരം ഞാൻ ഏറ്റെടുത്തിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നേമേ, അവരെ വിടുവിക്കണമേ. മറ്റുള്ളവരിൽ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ എന്റെ കയ്യിൽ 1 കെട്ട് പേപ്പർ ആയിരിക്കും പ്രാർത്ഥനാ വിഷയം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഞാനിങ്ങനെ ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് ഞാൻ കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ
എനിക്കൊരു കോള് വന്നു, നിന്നെ താഴെ വിളിക്കുന്നു, ഓഫീസിൽ വിളിക്കുന്നത് പറഞ്ഞു, നിനക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഞാൻ ഓടിച്ചെന്നു ഞാൻ നോക്കിയപ്പോൾ രജിസ്റ്റർ, ഞാൻ പോയി സൈൻ ഇട്ട് മേടിച്ചപ്പോൾ എനിക്ക് വന്നേക്കുന്ന 3000 രൂപ. എനിക്ക് എത്ര ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ എനിക്ക് പറ്റും. 10 രൂപ ഇടാന് എന്റെ ഇല്ലാതെ കൊടുക്കാനില്ല. ഇപ്പം കടം മേടിച്ച് ദൈവനാമത്തിന് വേണ്ടി ഞാൻ ചെയ്തപ്പോൾ എന്റെ കർത്താവിന്റെ പ്രവൃത്തി എത്ര വലുതാ. ഈ ദൈവത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ മറ്റുള്ളവർ മുമ്പേ സാക്ഷ്യം പറയാതിരിക്കും? ഞങ്ങളുടെ ഒരു റിലേഷൻപ്പെട്ട ഒരു അങ്കിൾ എനിക്ക് അയച്ചു തന്ന പൈസയാ. മോളെ, നിന്റെ കയ്യിൽ ഇത് ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ആ പൈസ മാറി ആദ്യം ഞാൻ ദേവദാസനെ വിളിച്ച് ഞാൻ ദശാംശം ദേവദാസന് കൊടുത്തു. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ വിശ്വസ്തയോടെ നിന്ന ദശാംശം അല്ല, അതിൽ കൂടുതൽ നിനക്ക് ചെയ്യുവാൻ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ചെയ്തോണം. സ്തോത്രം. അടുത്ത നിമിഷം എന്തുമായി തീരും, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ നമുക്കറിയത്തില്ല. ദൈവനാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നമ്മൾ ആയി തീർന്നാൽ കർത്താവ് നമ്മളെ ആക്കുവാൻ, വിശ്വസ്തയോട് ദൈവത്തിന്റെ സന്നിധി നിന്ന ദൈവം നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസിച്ചോട് നിൽക്കുമ്പോൾ ശത്രു നമ്മളെ തകർക്കാൻ ശ്രമിക്കും. നമ്മളത് കണ്ടറിഞ്ഞോണം. ഞാനൊരു ദിവസം എൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഞാൻ ട്രെയിനിൽ കയറി പ്രാർത്ഥിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് ദേവദാസം വന്ന് പ്രാർത്ഥിച്ചു വിടും. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പം 3 ആണുങ്ങൾ അതിനകത്ത് കയറിയിട്ട്, ഞാനാണെ സ്വർണ്ണം ഇട്ടിട്ടില്ല, നമ്മൾ യാതൊരു കഴിവുമില്ലാത്ത ആൾക്കാർ. ഈ ഒരു ചെറുക്കൻ എന്നെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുക. ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹേമിച്ചു, ഈ ചെറുക്കൻ എന്തോ വല്ലാത്ത രീതിയിൽ എന്നെ നോക്കുന്നത്. എനിക്ക് മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോവാ എൻ്റെ ജീവിതത്തിൽ. എന്നെ കീപ്പ് ഓൺ ആയിട്ട് എനിക്ക് പറയാനായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് അന്ന് കൺസെഷൻ കിട്ടിയാ പോകുന്ന ട്രെയിൻ യാത്ര. 4 പേരാണ് ഒരു ടിക്കറ്റിനകത്തിൽ. 3 പേര് എൻ്റെ കൂട്ടത്തിലുണ്ട്, പ്ലസ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞു, സൂസന, ഇവൻ നിന്നെ തന്നെയാണല്ലോ നോക്കുന്നത്, എന്തോ സംതിങ് ഉണ്ടല്ലോടി, എന്നാ നീ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞിട്ടടി, ഞാൻ കേറിപ്പം പോലെ കാണുന്നുണ്ട് ഈ ചെറുക്കന്മാർ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു. ആന്റി, ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോയി എറണാകുളം കഴിഞ്ഞ് സന്ധ്യയായി. ഇവന്മാര് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആകെ വിഷമിച്ച് ഞാനിരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടതാ. ഇവന്മാർ എന്റെ ശരീരത്തിൽ തൊടുവാണ്. ഞാൻ ഒരു മനുഷ്യൻ നമ്മുടെ ശരീരത്തിൽ, നമ്മൾ കല്യാണം കഴിക്കാത്ത വ്യക്തി, ഒരാൾ നമ്മളെ ടച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയും, കർത്താവേ, ഞാൻ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഈ ട്രെയിനിൽ നിന്ന് ചാടി മരിക്കും. എന്റെ മനസ്സിൽ അങ്ങനെ വന്നത്. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കർത്താവേ, എന്നെ സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവിടെ നിന്ന്. ആന്റി പറയട്ടെ, രാത്രിയായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എടി, ഒരാൾ റാന്നിക്കാരി അവൾ എന്നോട് പറഞ്ഞു, നീ എന്നെ വിളിച്ചാൽ മതി, എപ്പോഴാണെങ്കിലും നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ചാടി എഴുന്നേറ്റോളാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ലോവർ ബർത്താണ് എനിക്ക് കിട്ടിയത്. ഞാൻ കിടന്നില്ല, എൻ്റെ തല ആ ജനലിന്റെ ആ വിൻഡോ സൈഡിലേക്ക് വെച്ച് ഞാൻ ഇങ്ങനെ കിടക്കുക. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, കീപ്പോണായിട്ട് പറയുന്നുണ്ട് എന്തോ സംഭവിക്കും, ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പോയി കിടക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. രാത്രിയായി, 12 മണിയായി, 1 മണി, എല്ലാവരും നല്ല ഉറക്കവാ. എനിക്ക് മനസ്സിലായല്ലോ, നന്നായിട്ട് ഉറങ്ങുക എല്ലാവരും. അർദ്ധരാത്രിക്ക് നല്ല ഉറക്കവാ, ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ 1 മണിയായി, 1 മണി വരെയൊക്കെ ഞാൻ കണ്ണു തുറന്നിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സമയം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് വരുന്ന 1-1:30-2 മണി സമയം ഉണ്ടല്ലോ, ആ സമയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കണ്ണിലേക്ക് നല്ല ഉറക്കം വന്ന് ഞാൻ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി. ഒരു 2 മണിയായി കാണും. ആ സമയത്ത് ഭയങ്കര ഒരു ശബ്ദം കേൾക്കുക. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം എൻ്റെ ചെവിക്കകത്തേക്ക് വരുക. ഭയങ്കര ഒരു ഞെട്ടിക്കുന്ന പോലെ സൗണ്ട് എൻ്റെ ചെവിയിലേക്ക് വന്ന് ഞാൻ ഞെട്ടി ഇങ്ങനെ ഉണർന്നു നോക്കിയപ്പോ ഇവൻ എൻ്റെ മുമ്പിലേക്ക് നടന്നു വരുവാ. സ്തോത്ര ദേവദാസിയെ, ഇത് കണ്ടതുപോലെ ഞാൻ ചാടി ബർത്തിൽ നിന്നിട്ട് നീനാന്ന് വിളിച്ച എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് അവള് ചാടി ഇറങ്ങി. ഇവനൊന്നും ചെയ്യുക, എൻ്റെ ശരീരത്തെ തൊട്ടില്ല. ഇവൻ എന്തോ ചെയ്യുവാൻ വേണ്ടി വന്നതാ എന്നെ. പക്ഷെങ്കിൽ കർത്താവിന്റെ ഉള്ളം കരത്തിൽ എന്നെ ദൈവം വഹിച്ചു. ഹാലലുയ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയട്ടെ. ഹാലലുയ. ദൈവനാമത്തിന് വേണ്ടി നീ നിന്നാൽ സ്തോത്രം, ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന വഴികളാ പറയുന്നത്. പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ട്സിനോട് അവർ ചോദിക്കുക, ഓ, നിങ്ങൾ ഭയങ്കര ആൾക്കാരായി കേട്ടോ. ഹാലലുയ. നിങ്ങൾ ഭയങ്കര ആൾക്കാരായിട്ടില്ല, എന്റെ കർത്താവ് ദൂതനെ ഇറക്കി വിടുവിച്ചത് രുചിച്ചറിഞ്ഞ് എനിക്ക് മനസ്സിലായി. എന്റെ കർത്താവ് ഞാൻ കേട്ടിട്ടില്ലാത്ത ശബ്ദം എന്റെ ചെവിക്കകത്ത് അടുപ്പിച്ച് എന്നെ ഉണർത്തി എന്നെ അവന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചതാണെന്ന് ദൈവനാമ മഹത്വത്തിനാക്കി ഞാൻ പറയട്ടെ. ഹാലലുയ. ശത്രുവിന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല കേട്ടോ. വിഴുങ്ങുവാൻ തക്കവണ്ണം അവൻ ഭാവിച്ച് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. അലർന്ന സിംഹം എന്ന പോലെ നമ്മുടെ ചുറ്റും നിൽക്കും. എന്നാൽ അതിന്റെ മധ്യത്തിലും ദൂതനെ ഇറക്കി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെ എന്റെ യാത്ര മുന്നോട്ട് പോയി. ഹല്ലേലൂയ. ദൈവനാമമഹത്വത്തിനാക്കി ഞാൻ പറയട്ടെ, ദേവദാസിയെ പ്രാർത്ഥിക്കുവാൻ, അനേകരെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് സ്തോത്രം മാടി വിളിക്കുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ഞാൻ എന്റെ സങ്കടങ്ങളെ ആരോടും പറയാതെ ഡ്രസ്സ് വിരിക്കാൻ മേളി ടെറസിന്റെ മണ്ടയ്ക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് ശകല സമയം മാറിയിരുന്ന് കർത്താവിനോട് സംസാരിക്കും. അപ്പച്ച കടഭാരമുണ്ട്, ഞാൻ ലോൺ എടുത്ത്, ദേവദാസിയോട് പറഞ്ഞല്ലോ ലോൺ എടുത്താ പഠിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയറിലെ എക്സാം, ഒരു കാര്യം കൂടെ പറയട്ടെ, എക്സാം എഴുതി ഞാൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. 2 വിഷയം പോയ അന്നത്തെ സമയത്ത് ബൈക്ക് അടിക്കും, 6 മന്ത് ബൈക്ക് അടിക്കും. ഞാൻ ലോൺ എടുത്താ പഠിക്കുന്നത്. ഒരു രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചു തന്നു. ഞങ്ങളെ നോട്ടീസ് ബോർഡ് എന്നെ കാണിച്ചു, മേളിലും താഴെയുമായിട്ട് എന്റെ പേര് കിടക്കുന്ന കണ്ടു. ഈ കാര്യം കണ്ട് അവരാലോചിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ കാണിക്കുമായിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതായിപ്പോയി. ഞാൻ ഭീതിയായിപ്പോയി. എനിക്ക് ഭീതിപ്പെട്ട് ഞാൻ രാത്രി ഞെട്ടി ഉണർന്ന് കരഞ്ഞ് അവിടെ കിടന്നു. പക്ഷെ അത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ശാസിക്കണമായിരുന്നു. ഞാൻ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, കർത്താവ് ഓരോന്ന് കാണിച്ചു തരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതാ. അന്നേരം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചോണം. ദൈവാത്മാവ് ഉണർത്തിയ അന്നേരം പ്രാർത്ഥിച്ചോണം. സ്തോത്രം. അങ്ങനെ ഞാൻ സ്തോത്രം ഉണർന്ന് പ്രാർത്ഥിച്ചില്ല. എനിക്ക് ഭീതിയായിപ്പോയി. ഞാൻ വിചാരിച്ചു 2 വിഷയം പോയി, എന്നെ ബൈക്ക് അടിക്കാൻ പോവുക. പെട്ടെന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ സീനിയർ ചേച്ചിയുടെ അടുത്തെന്ന് പറഞ്ഞു, ചേച്ചി ഇങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടു, എനിക്ക് അറിയത്തില്ല, ഞാൻ ബൈക്കായി പോവാണ്. ഞാൻ നിരാശപ്പെട്ടു പോയി, ഞാൻ ഒന്നും അല്ലാത്തോളായി പോയി. സ്തോത്രം. പലപ്പോഴും ദൈവകാരം രുചിച്ചറിഞ്ഞിട്ടുള്ള ഞാൻ അന്നേരം എനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന്. ദേവദാസിയെ ഞാൻ എങ്ങനെ കണ്ടോ അതുപോലെ പിറ്റേ ദിവസം നോട്ടീസ് ബോർഡിൽ എന്റെ പേര് മേളിൽ ഒരു ലിസ്റ്റിൽ, താഴെ ഒരു ലിസ്റ്റിൽ, ബൈക്ക് അടിച്ചോറ വേറെ 2 വിഷയം പോയി. അങ്ങനെ തന്നെ ഞാൻ കണ്ടതുപോലെ തന്നെ നോട്ടീസ് ബോർഡ് എന്റെ ഫ്രണ്ടിൽ വരുക. ഞാൻ അവിടെ നിന്ന് വാവിട്ട് കാര്യം, കർത്താവ് ഇതെന്നെ എന്റെ പേര് 2 ഇടത്ത് കിടക്കുന്ന, ഏതെങ്കിലും ഒരു വിഷയം പോയ ഒരെണ്ണത്തിനകത്തിലല്ലേ കാണത്തുള്ളൂ, ഇതെങ്ങനാന്ന് പറഞ്ഞ് ഞാൻ ഓടി ഓഫീസിൽ ചെന്നിട്ട് ഞാൻ സാറിനോട് ചോദിച്ചു, ഇതെന്താ പറ്റിയേ, എന്റെ പേര് മേളിലും താഴെയും കാണുന്നല്ലോ. അനാട്ടമി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയാസമുള്ള ഒരു വിഷയം. ആ ലിസ്റ്റ് അവർ തിരിച്ചെടുത്തോണ്ട് പോയി. ആ ലിസ്റ്റ് തിരിച്ചെടുത്തോണ്ട് പോയിട്ട് അനാട്ടമിക്കകത്ത് എന്റെ പേര് വെട്ടിയിട്ട് ഫണ്ടമെന്റലിനകത്ത് തന്നെ ആക്കി. ദേവദാസിയെ സത്യത്തിൽ ഞാൻ തോറ്റതല്ല, അവരെന്നെ തോൽപ്പിച്ചതാ. ദൈവാത്മാവ് നേരത്തെ എന്നെ കാണിച്ചു തന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് ജയം എടുത്തില്ല വിഷയത്തിന്മേൽ. എന്നാലും കർത്താവിനെ തള്ളിക്കളയാതെ അവിടെ ഉള്ളം കരത്തിൽ എന്നെ സൂക്ഷിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി പറയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അത് കഴിഞ്ഞുള്ള വർഷങ്ങളൊക്കെ ശക്തമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൻസിയനത്തിൽ പറഞ്ഞെന്ന് തോന്നുന്നത് 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ ചെയ്ത് അല്ലെങ്കിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല റിസൾട്ട് തരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. സ്തോത്രം. അങ്ങനെ നഴ്സിംഗ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ കടന്നു വന്നു. സ്തോത്രം. എനിക്കറിയത്തില്ല സമയം എത്രയാണെന്ന്, ഒത്തിരി സമയം പോകുമോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആന്റി പറഞ്ഞതിന് കുഴപ്പമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നാട്ടിൽ കടന്നു വന്നു. ആ പാസ്റ്ററുകൾ എന്നോട് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നോട് പറഞ്ഞു, സൂസനെ തിരിച്ചിങ്ങ് വരണം കേട്ടോ, അപ്പോളോ ഹോസ്പിറ്റലില്, ഹൈദരാബാദ് അപ്പോളോ ഹോസ്പിറ്റലിൽ ജോലി മേടിച്ചു തരാം, അവിടെ നീ ജോലി ചെയ്ത് 2 വർഷം നല്ല ഹോസ്പിറ്റലാണ്, പേരുള്ള ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് ഇന്റർവ്യൂ വരുമ്പോൾ നിനക്ക് അറ്റൻഡ് ചെയ്ത് ഇവിടുന്ന് തന്നെ നിനക്ക് വെളി രാജ്യത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് സമ്മതിച്ചു. എനിക്ക് ഹൈദരാബാദ് നമ്മൾ അത്രയും നാൾ അവിടെ നിന്നായതുകൊണ്ട് നമുക്ക് ദേശങ്ങളൊക്കെ അറിയാവുന്നതും കാരണത്താൽ ഞാൻ എഗ്രി ആയി. ഞാൻ നാട്ടിൽ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഇതുപോലെ ടിക്കറ്റ് എടുത്ത് പോവാം. അപ്പൊ എന്റെ 2ാമത്തെ സഹോദരൻ ബറോഡയിലുണ്ട്, അമ്മയുടെ ആൾക്കാരെല്ലാം ബറോഡയിലുണ്ട്, ഗുജറാത്തിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, സ്തോത്രം, ഞാൻ അങ്ങനെ പോകാൻ തീരുമാനിച്ചതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, ഇല്ല, നീ എന്തിനാ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് പോകുന്നത്, നീ ബറോഡായി പോ, അവിടെ മക്കളൊക്കെ ഉണ്ടല്ലോ, അവിടെ സഹോദരങ്ങളുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ നോക്കാൻ ആൾക്കാർ. ഒരു അമ്മയുടെ നിലയിൽ നിന്നുകൊണ്ടാണ് എന്റെ അമ്മ എന്നോട് അങ്ങനെ സംസാരിച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ട് എന്റെ കയ്യിലിരിക്കുന്ന ബാഗ് എന്നെ എടുത്ത് കട്ടിലോട്ട് വിട്ടിട്ട് ഞാൻ അവിടെ കയറി കിടന്നു. കർത്താവ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാം. പെട്ടെന്ന് എന്റെ മനസ്സിൽ ദൈവാത്മാ ഹേമിച്ച് എന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ ഞാൻ അവിടെ വിളിച്ചപ്പോൾ അവളെന്നോട് പറഞ്ഞു, സൂസനെ വേഗം വാ, ഞങ്ങളുടെ വീട്ടിൽ ഉപവാസപ്രാർത്ഥന നടക്കും, ഒരു ആന്റി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കുമ്പളാമ്പയിൽ അവിടെ വീട് ഞാൻ ഓടിച്ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഓൾറെഡി പ്രാർത്ഥന തുടങ്ങി, പാട്ട് തുടങ്ങി. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ ആ സൈഡിൽ പോയിരുന്നു. സ്തോത്രം. പാട്ട് അങ്ങോട്ട് കഴിഞ്ഞതല്ല, അവിടെ ഇരിക്കുന്ന പ്രവാചകിയാണോ ഏത് ദേവദാസിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ നേരെ ഈ പുള്ളിക്കാരി തിരിഞ്ഞേച്ച് പറഞ്ഞു, കുഞ്ഞെ, നീ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ വണ്ണം ദൈവാത്മാവിനെ കാണിക്കും, ഒരു മലയുടെ മുകളിൽ നിൽക്കുക, അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ, പക്ഷെങ്കിൽ നീ പോകുന്നിടത്ത് എന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. പിറുപിറുപ്പിന്റെ അവസ്ഥ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. സ്തോത്രം. നീ പിറുപിറുക്കരുത്, വിദ്യാഭ്യാസം തന്ന ഞാനാ നിനക്ക് വേണ്ടി ഞാൻ അത്ഭുതം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. വലിയൊരു വാഗ്ദത്തം കേട്ട ആന്റി. സ്തോത്രം. എനിക്ക് മനസ്സിലായി, ഞാൻ ബറോഡയിൽ പോയാലും ഹൈദരാബാദിൽ പോയാലും കർത്താവിന്റെ സാന്നിധ്യം എന്നോടൊപ്പം, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, കർത്താവിനെ മാനിക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ബറോഡയ്ക്ക് തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. സ്തോത്രം.
അങ്ങനെ ഞാൻ ബറോഡായിക്ക് ഹാലിൽ പോകാനായിട്ട് ഇടയായി തീർന്നു. ബറോഡായി ചെന്നു. സ്തോത്രം. എൻ്റെ ആൻറ്റിയൊക്കെ നേഴ്സുമാരാ. സ്തോത്രം. അവിടെ ബറോഡാട്ട് ഹോസ്പിറ്റലിൽ എനിക്ക് കയറണമെന്ന് ഞങ്ങളുടെ ചർച്ചിലുള്ള അന്ന് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക. ചർച്ചിലുള്ളവർ പറഞ്ഞു, ബീന ബറോഡാട്ടിലെ എൻ്റെ ഒഫീഷ്യൽ നെയിം ആൻറ്റിയുടെ മല്ല സൂസൻ എന്നാണ്, വീട്ടിൽ വിളിക്കുന്നത് ബീനാണ്. സ്തോത്രം. അങ്ങനെ ഹാലലുയ. സ്തോത്രം. ബറോഡാട്ട് ഹോസ്പിറ്റലിൽ നിനക്ക് ജോലി കിട്ടിയാൽ നല്ലതാണ്, നല്ല പേരുള്ള ഹോസ്പിറ്റലാണ് ഇപ്പൊ ഈ പരിസരങ്ങളിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ആഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ ആൻറ്റി, ഞാൻ ബറോഡാട്ട് ഹോസ്പിറ്റലോട് ചെന്ന് കയറുമ്പം റിസപ്ഷനിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് നിൽക്കുക ഗായത്രി സിംഗ്. എനിക്കിത് അറിയത്തില്ല. സ്തോത്രം. എൻ്റെ CV അങ്ങോട്ട് കൊണ്ടു കൊടുത്തപ്പം ഈ പുള്ളിക്കാരി ഇത് ഡയറക്റ്റ് അങ്ങോട്ട് മേടിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ പറയട്ടെ. സ്തോത്രം. ഈ പുള്ളിക്കാരി എൻ്റെ CV മേടിച്ച് നോക്കി. എനിക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളൂ. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് 6 മാസം കഴിഞ്ഞാൽ കിട്ടുന്ന. 6 മാസം വരെ നമുക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് അവർ തന്നു വിടും ജോലിക്ക് കയറാൻ വേണ്ടി. അത് കാണിച്ചു, CV കാണിച്ചു. അപ്പം ഒരു ചോദ്യം മാത്രം ചോദിച്ചു, നിനക്ക് എവിടെ ജോലി ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പൊ ആന്റി ഓൾറെഡി ICU നേഴ്സ്, മീൻസ് ഇങ്ങനെ ക്രിട്ടിക്കൽ ഏരിയകളിൽ ജോലി ചെയ്യണമെന്ന് ആന്റി എനിക്ക് ഓൾറെഡി ഗൈഡൻസ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ICU ചെയ്യണം. ഓക്കെ, നീ പിറ്റേ ദിവസം മുതൽ കയറിക്കോളാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, ഒന്നും ഇന്റർവ്യൂ ഒന്നും ചെയ്യാതെ ഒറ്റ ക്വസ്റ്റ്യനിൽ എന്നെ അവരെടുത്തല്ലോ. ഹാലലുയ. അതോർത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞാൻ ഒരു ആഴ്ചത്തെ ഒബ്സർവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യണോ വേണ്ടായോ. എഗ്രിയായി. ഞാൻ ICU ജോലി ചെയ്തു. സ്തോത്രം. അവിടെ കയറി എന്നെ ഒരാഴ്ചത്തേക്ക് ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ച കംപ്ലീറ്റ് ആയി. ആന്റി എന്നോട് പറഞ്ഞു, അവിടുത്തെ ഇൻചാർജ് എന്നോട് പറഞ്ഞു, സൂസൻ നെക്സ്റ്റ് ടൈം ഗായത്രി സിംഗുമായിട്ട് സംസാരിച്ചിട്ട് നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് വിളിക്കും, നീ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന ആന്റി തിങ്കളാഴ്ച രാവിലെ എന്നെ വിളിക്കും. ഫോൺ റിങ് ചെയ്യുന്നു ഓർത്ത് ഞാൻ കിടക്കുക. ഇപ്പൊ എന്നെ വിളിക്കുമെന്ന്. വാക്തത്വം കേട്ടിട്ടാ പോരുന്നേക്കുന്ന. പിറുപിറുപ്പിന്റെ അവസ്ഥ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. നീ പിറുപിറുക്കരുതെന്ന് എന്റെ വിദ്യാഭ്യാസം തന്ന കർത്താവാണ്. ദൈവം നിന്നെ നിലനിർത്തുള്ള വാക്തത്വം എല്ലാം മറന്നുപോയി. സ്തോത്രം. ഫോൺ റിങ് ചെയ്യാ വന്നപ്പോഴത്തേക്കിനും പിറുപിറുപ്പ് തുടങ്ങി ജീവിതത്തിൽ. കർത്താവെ, അങ്ങ് എനിക്ക് തന്ന വിദ്യാഭ്യാസം ഞാൻ പഠിച്ചിട്ട് ഇറങ്ങി, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഹാലലുയ ഞാൻ പോയി സാക്ഷ്യവും പറഞ്ഞു ഞായറാഴ്ച ഹാലലുയ ബറോഡാട്ടി ജോലി കിട്ടിയെന്നുള്ള. എന്റെ ആന്റി, എനിക്ക് ഭയങ്കര ഈ കോംപ്ലക്സ് എല്ലാം കൂടെ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് അറിഞ്ഞുകൂടെ എന്തോ സംഭവിക്കും. നാളെ ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും. ജോലിക്ക് എന്നെ വിളിച്ചില്ല. ഹാലലുയ. ഭയങ്കരമായിട്ട് നെടുമ്പാട് വീണു ദൈവത്തിന്റെ സന്നി. കർത്താവേ, എന്ത് സംഭവിച്ചു എന്റെ ജീവിതത്തിൽ? എന്റെ ജോലി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദ്യമായിട്ട് തുടങ്ങുക നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ജോലി. ഫസ്റ്റ് കാലെടുത്ത് വെപ്പ. ഞാൻ വല്ലാണ്ട് ഭാരപ്പെട്ടു. ഞാൻ കരഞ്ഞു. എന്റെ മുഖവും കണ്ണും എല്ലാം ഭയങ്കരമായിട്ട് ഇടുമിച്ചിരിക്കും. ഓരോരുത്തർ വന്ന് വിളിക്കും. ആന്റി ജോലി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ, അങ്കിള് വന്ന് ജോലി നോക്കുമ്പോൾ, എന്റെ സഹോദരൻ അവിടെ ഉണ്ട്, എല്ലാവരും വന്ന് നോക്കുമ്പോൾ എന്റെ കണ്ണ് കാണത്തില്ല. അതുപോലെ കരഞ്ഞ് കണ്ണെല്ലാം വീർത്തിരിക്കുക. എന്നോട് പറഞ്ഞു, നിനക്ക് വേറെ ഹോസ്പിറ്റലിലെ ഈ ഒരു ഹോസ്പിറ്റലിലുള്ള എത്രയോ ഹോസ്പിറ്റലുണ്ട് നിനക്ക് ജോലി ചെയ്യുക. അവിടെ പലയിടങ്ങളിൽ ഇന്റർവ്യൂവിന് പോയി. ഒരു സെമി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നു. ഇന്റർവ്യൂ പാസ്സായി. അവിടെ സാരിയും ബ്ലൗസുമായി. എനിക്ക് ഭയങ്കര കയറുവായി. ഈ വെള്ളസാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഇഷ്ടമല്ല ഈ വെള്ളസാരിയും വെള്ള ബ്ലൗസും ക്ലാസ് റൂമിൽ ഉടുത്തുകൊടുത്ത് ഞാൻ മടുത്തതായത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. സ്തോത്രം. ബറോഡാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാന്റും കോട്ടുമായിരുന്നു. അതെനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, എനിക്ക് ഇനിയും വെള്ളസാരി കൊടുക്കണോ എന്ന് പറഞ്ഞ ആന്റി ബ്ലൗസിന് തുണി എന്താണ് തയ്പ്പിക്കാനും കൊണ്ട് കൊടുത്തു. എനിക്ക് അതെങ്കിൽ അത് ഞാൻ മനസ്സിനെ തന്നെ ധൈര്യപ്പെടുത്തി ഞാൻ മുന്നോട്ട് വരിക. പക്ഷെ 4 നിരാശ ആന്റി എന്റെ ജീവിതത്തിൽ, പിറുപിറുപ്പിന്റെ അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു കേട്ടോ. ഞാൻ ഈ ബ്ലൗസ് തയ്ച്ച ഡേറ്റ് എനിക്ക് പറഞ്ഞ് ഞാൻ ഈ ബ്ലൗസ് കൈ മേടിച്ച് പുറകിൽ, എനിക്ക് കാണണ്ട, എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ പുറകിൽ ഇങ്ങനെ വെച്ച് കരഞ്ഞുകൊണ്ട് വരുവാ വഴിയിലൂടെ. ഞാൻ വന്ന് എന്റെ വീടിന്റെ ഗ്രില്ല് തുറക്കുമ്പോൾ അകത്ത് ഫോൺ ബെല്ലടിക്കുന്ന കേൾക്കുന്നത്. എന്താണ് കേൾക്കണോ? സൂസന്റെ വീട്. ആന്റിയെ ഫോൺ എടുത്ത്. ആന്റിയുടെയും പേര് സൂസന. സൂസന ഫോൺ ഇത് സൂസന്റെ വീടാ, സംസാരിച്ചാളം പറഞ്ഞു. എന്തെന്ന് ഞാൻ പറയട്ടെ ദേവദാസിയെ. ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ തിങ്കളാഴ്ച ദിവസം ഈ പുള്ളിക്കാരി വന്നില്ല. ഗായത്രി സിംഗ് വന്നില്ല. എന്തോ കോൺഫറൻസിന് വേണ്ടി എവിടെയോ പോയേക്കുമായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞായി പുള്ളിക്കാരി തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് ICUലോട്ട് റൗണ്ട്സിന് കയറി വരുന്നുണ്ടേ. കാലെടുത്ത് വെക്കുകയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർ ഈസ് സൂസൻ എന്നായിരുന്നു. അവിടെ ഇരുന്നവര് കേട്ടവരെ പറഞ്ഞതാ കാര്യമാ. എന്തിയെ സൂസൻ എന്തിയെ ചോദിച്ചു. അന്നേരം ഇൻചാർജ് പറഞ്ഞു, ഒരാഴ്ച ഒബ്സർവേഷൻ കഴിഞ്ഞ നീ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവളെ വിളിച്ചില്ല. സ്തോത്രം. അവളെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് പറഞ്ഞു, നാളെ നീ ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ അവൾ ഇല്ലാതെ കയറരുത്. സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഞാൻ പറയട്ടെ ദേവദാസിയെ, കണ്ണുനീരിന് ഒരു മറുപടി ഉണ്ട്. ഞാൻ എപ്പോഴും മോർദെഖായിയെ പറ്റി ഓർക്കും. ഈ സാക്ഷ്യം ഞാൻ പറയുമ്പോൾ സ്തോത്രം, കർത്താവിന്റെ വിടുതൽ. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് ഈ പുള്ളിക്കാരുടെ ഈ ഫോൺ നമ്പർ ഇല്ലാഞ്ഞിട്ട് ആ സൊസൈറ്റി വന്ന് തപ്പുക. മർത്തോമക്കാരുടെ ബുക്ക്ലെറ്റ് എടുത്ത് വെച്ച് ആന്റിയുടെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക. കാരണം നാളെ പുള്ളിക്കാരിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഞാനില്ലാതെ പറ്റത്തില്ല. കണ്ടോ, ദൈവം തമ്പുരാൻ ഓർഡർ ഇട്ടത്. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ദൈവത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എന്റെ കർത്താവിനെ എങ്ങനെ പുകഴ്ത്താതിരിക്കും? ദേവദാസിയെ പറഞ്ഞു, നാളെ നീ ഡ്യൂട്ടിക്ക് വരാതിരിക്കും. നീ ഒരിടത്ത്
ഒരിടത്തും പോകരുത് ജോലിക്ക്. വെറുഹാട്ടി തന്നെ നീ ജോലിക്ക് കയറണം. നീ ഇല്ലെങ്കിൽ എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കണ്ടോ ദൈവത്തിന്റെ ഓർഡർ കണ്ടോ? ഹാലലുയ. കർത്താവിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത. ഹാലലുയ. പിറുവിറുക്കേണ്ട അവസ്ഥ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. നീ പിറുവിറുക്കരുത്. ഹാലലുയ. ദൈവനാമ മോത്തത്തിനാക്കി ഞാൻ നിന്നെ തീർക്കുമെന്ന് പറഞ്ഞ അങ്ങനെ തന്നെ എന്റെ കർത്താവ് ചെയ്യും. ഹാലലുയ. ദേവദാസിയെ സ്തോത്രം. ഞാൻ തിരിച്ച് അവിടെ തന്നെ പോയി ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഹാലലുയ. എന്റെ ദൈവം എത്ര വിശ്വസ്തന. ഹാലലുയ. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി പോകുമ്പോ, നമ്മൾ പലപ്പോഴും തീരുമാനമെടുത്ത് വാക്കു മാറ്റുമ്പോ, വിശ്വസ്തയോടെ അവിശ്വസ്തകളൊന്നും ഓർക്കാതെ നമ്മളെ നടത്തുന്ന ഒരു സ്നേഹമുള്ള പിതാവ് പെറ്റതാളെ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയലെന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്തത്വം. എന്റെ ദൈവം എന്നെ എത്രമാത്രം, നമ്മളെ ഓരോരുത്തരും എന്തുമാത്രം സ്നേഹിക്കുന്നു. ദേവദാസിയെ കർത്താവിന്റെ ദയക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഹാലലുയ. സ്തോത്രം. അങ്ങനെ ഞാൻ ഇവരുടെ ഹാട്ടി ജോലി ചെയ്തതിന് ശേഷം അവിടുന്ന് ഞാൻ അഹമ്മദാബാദിൽ ചെന്ന് ഇന്റർവ്യൂ ചെയ്തപ്പം ഇവരുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു സ്റ്റാഫാ എന്തോത്ര നമ്മളെ ഇന്റർവ്യൂ ചെയ്തേ. അങ്ങനെ തന്നെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. സ്തോത്രം. കർത്താവ് കൊണ്ടുപോയ വഴികളാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഹാലലുയ. അങ്ങനെ അവിടെയും ജോലി ചെയ്യാൻ കർത്താവിനെ സഹായിച്ചു. അവിടെ 1.5 വർഷം കഴിഞ്ഞ പിന്നെ ബോംബെയിലേക്ക് മടങ്ങി വന്നു. അപ്പം എന്റെ കടഭാരം ഞാൻ പറഞ്ഞല്ലോ, കടം ഒരു ഉള്ളി പലിശ മാത്രമേ ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് അടയ്ക്കാൻ പറ്റുന്നുള്ളൂ. വലിയൊരു തുക എന്റെ മുമ്പിൽ നിൽക്കുക. ആ തുകയിലോട്ട് കയറിയിട്ടില്ല. എന്നെ കേൾക്കുന്ന കടഭാരം ഉള്ളവരോട് ഞാൻ പറയട്ടെ, കർത്താവ് അനുവദിച്ചാണോ ചില കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, കർത്താവ് അത് വീട്ടും. സ്തോത്രം. ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ഹാലലുയ. മറിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ മുമ്പിൽ നിന്ന് കല്ല് ആരുരുട്ടി മാറ്റുമെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പറയട്ടെ. സ്തോത്രം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും തലമുറയുടെ വിഷയമായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ. സ്തോത്രം. ദൈവമക്കളെ, ഈ കല്ല് ആരുരുട്ടി മാറ്റും, എന്നെ ആരെന്നെ സഹായിക്കുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുക. ഹാലലുയ. കർത്താവ് തന്നതാണ്, ദൈവം തമ്പുരാൻ മാറ്റിത്തരുമെന്നേ. അതൊക്കെ സ്തോത്രം. എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഞാനാ നിനക്ക് വിദ്യാഭ്യാസം തന്നെ, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന്. ഹാലലുയ. സ്തോത്രം. ഞാൻ എന്റെ പപ്പാട് പറഞ്ഞു, പപ്പ പലപ്പോഴും വിളിക്കുമ്പോ എന്നോട് ചോദിക്കുമായിരുന്നു, കുഞ്ഞെ എങ്ങനെയാ കാര്യങ്ങളെന്ന്. ഈ ഒരു വാക്യത്തെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോ ദേവദാസി ഞാൻ എന്റെ പപ്പാട് പറഞ്ഞു, പപ്പ ഈ കടത്തെ ഓർത്ത് പപ്പ ഭാരപ്പെടേണ്ട, അത് തമ്പുരാൻ എനിക്ക് തന്ന കടമ, അത് ദൈവം വീട്ടിക്കോളുമെന്ന്. സ്തോത്രം. ഹാലലുയ. ബോംബെയിൽ വന്നു. ബോംബെ വന്നതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് ഒരു അറ്റാക്ക് ഉണ്ടായി. സ്തോത്രം. അമ്മയ്ക്ക് പെട്ടെന്ന് താല്പര്യം എന്നെ കല്യാണം കഴിപ്പിച്ചു വിടണം, അമ്മയ്ക്ക് കാണണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അമ്മ പറഞ്ഞു, കുഞ്ഞെ നീ സമ്മതിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടമ്മ, ഇപ്പം വേണ്ട, എന്റെ കടമൊക്കെ വീട്ടി എന്റെ പപ്പായെ ഒന്ന് സഹായിച്ചിട്ട് വേണം എന്റെ കല്യാണം എന്നുണ്ട് എന്റെ ആഗ്രഹം. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഒരു കല്യാണാലോചന അവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല മെഡിക്കൽ ഫീൽഡ് ഉള്ളവരെ. അങ്ങനായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒത്തിരിയും കല്യാണാലോചന വന്നു, എഞ്ചിനീയർമാർ വന്നു, ഗൾഫുകാർ വന്നു, ഒത്തിരി പേര് വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെങ്കിൽ ഞാൻ എന്നെ കാണാൻ വരുന്നവരോട് ഫസ്റ്റ് പറയും, ഞാൻ കടമുള്ളൊരു വ്യക്തിയാന്ന് പറഞ്ഞു കഴിയുമ്പോഴേ അവിടെ ചിലർ സ്റ്റോപ്പ് ഇടും, പിന്നെ സംസാരിക്കാൻ താല്പര്യം കാണത്തില്ല, പലരും വിട്ടിട്ട് പോകും. സ്തോത്രം. ഞാൻ ആദ്യം, കാരണം നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നത്, ഉള്ള കാര്യം നമ്മൾ ഉള്ളതുപോലെ പറയണം. എന്നിട്ട് നമ്മൾ മറച്ചു വെച്ചിട്ട് പിന്നീട് നമുക്കതൊരു ഭാരമായി തീരരുത്. ഞാൻ പറയുമ്പോൾ ഫസ്റ്റ് കാണാൻ വരുമ്പോൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ, ഫസ്റ്റ് ഞാൻ പറയും, എനിക്ക് കടമുണ്ട്, ഇത് വീട്ടുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് സഹോദരനുണ്ട്, മൂത്ത സഹോദരന് സുവിശേഷ വേല, രണ്ടാമത്തെ സഹോദരന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാൻ പറ്റത്തില്ല, എന്റെ കർത്താവില എന്റെ ആശ്രയം. ഹാലലുയ. സ്തോത്രം. ഇത് പറഞ്ഞു കഴിഞ്ഞ് പലരും വിട്ടിട്ട് പോയി. എന്നാൽ ഞാൻ ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ, ഒരു ഹോസ്പിറ്റൽ ജോലിയുള്ള ഒരു ടെക്നീഷ്യൻ എത്ര രൂപ കിട്ടുമെന്ന് എനിക്ക് നന്നായി അറിയാം, ഒരു നേഴ്സിന് അറിയാം. സ്തോത്രം. എന്നാൽ ഒരു ദൈവ പൈതൽ എന്നെ വന്ന് കാണുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. എന്നെ വന്ന് കണ്ടു. ഞാൻ ഈ കാര്യം എന്നെ വന്ന് കണ്ടപ്പം ബോംബെ വെച്ച് തന്നെ എന്നെ വന്ന് കണ്ട. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് കടമുണ്ട്. ഉടനെ തിരിച്ചൊരു മറുപടി, ഈ കടം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്റെ പപ്പായുമായിട്ട് ഓൾറെഡി സംസാരിച്ചായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കരുതലാ ഞാൻ പറയുന്നത്. സ്തോത്രം. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് കടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, താല്പര്യം ഉണ്ട്, അത് പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ദൈവനാമം ഞാൻ ചിന്തിച്ചില്ല, ഒരു സൗന്ദര്യമോ വിദ്യാഭ്യാസമോ ഒന്നും ഞാൻ ചോദിച്ചില്ല. ദേവദാസിയെ എനിക്ക് മനസ്സിലായി, നല്ലൊരു ഹൃദയമുള്ള ഒരു മനുഷ്യനാണെന്ന്. സ്തോത്രം. ഹാലലുയ. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ചെറുപ്പത്തിൽ മുതലേ. ഞാൻ ICFF മീറ്റിങ്ങിന് കടന്നു പോകുമ്പോൾ ദേവദാസന്മാർ ഹാലലു പറയുമായിരുന്നു, നിങ്ങളുടെ പാർട്ണറിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണമെന്ന്. ഞാൻ 2 കാര്യം പ്രാർത്ഥിച്ചു. കർത്താവേ, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നതും ദൈവസന്നിധി
ഇരിക്കുമ്പോൾ കരയുന്നത് ഒരു പൈതലിനെ എനിക്ക് തരണമെന്ന്. കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സ്തോത്രം ദൈവത്തിന്റെ സന്നിധി ഇരിക്കുമ്പോൾ കരയുന്നൊരു മനുഷ്യൻ, ഒരു ഹൃദയമുടയുന്നൊരു മനുഷ്യനായിരിക്കണമെന്ന് ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോഴും ദൈവത്തിന് ഞാൻ കരയുന്നേക്കാൾ മുമ്പേ പുള്ളിക്കാരൻ കരയും. സ്തോത്രം ഹല്ലേലൂയ ദൈവനാമത്തിന് കൊടുക്കാനായിട്ട് ഞങ്ങള് ആഗ്രഹിക്കുമ്പോൾ ഞാൻ മനസ്സിൽ കാണുമ്പോൾ അതേ കാര്യം തന്നെ പുള്ളിക്കാരന്റെ മനസ്സിൽ കർത്താവ് തോന്നിപ്പിക്കും. അങ്ങനെ ഒരുമിച്ച് സ്തോത്രം ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ബോംബെയിൽ വന്നു. ഞാൻ അന്നേരവും എൻ്റെ ഉള്ളിൽ ടെൻഷനുണ്ട്, കർത്താവ് കടം അതിൽ. എന്നാൽ ദൈവനാമോത്വത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, പെട്ടെന്ന് അതിൽ അച്ഛൻ്റെ ഒരു അയലോക്കക്കാരി ഈ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ത്രൂ പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂവിന് വിളിക്കാനായിട്ട് ഇടയായിരുന്നു. ഒരു സാഹചര്യവും ഒന്നും നമുക്ക് അനുകൂലമല്ലായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ വിത്തൗട്ട് ഇന്റർവ്യൂ ഹല്ലേലൂയ പെട്ടെന്ന് കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞാൻ ഈ സൗദി അറേബ്യയിൽ കടന്നു വന്നു 2008 സ്തോത്രം ജൂൺ മാസം. ഈ ജൂൺ ആകുമ്പോൾ 16 വർഷമായി ഈ ദേശത്ത് ഞാൻ കടന്നു വന്നിട്ട്. അങ്ങനെ ദൈവനാമോത്വത്തിലാക്കി ഞാൻ ഹല്ലേലൂയ കർത്താവിനെ ഇവിടെ കൊണ്ടുവന്നു. ഓരോ നിമിഷവും മുന്നേറി ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ, ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ കർത്താവിനെ സഹായിച്ചു. ഇവിടെ കടന്നു വന്ന് ഡയറക്റ്റ് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ഐസിയുയിലേക്കാണ്. ദേവദാസിയെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബോംബെ വന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. സ്തോത്രം അവിടെ ഞാൻ ഹിരാനന്ദാനി ഹോസ്പിറ്റൽ, ഞാൻ ആൻറ്റിയോട് പറഞ്ഞല്ലോ, ഹിരാനന്ദാനി ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ പവായിൽ വന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ സ്തോത്രം ഞാൻ അവിടെ നിന്ന് എൻ്റെ CV എന്നോട് ചോദിച്ചു, ബറോഡ ഹാർട്ടിൽ നിനക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഗായത്രി സിംഗ് എന്തിനാ സൈൻ ചെയ്ത് അവിടെ നേഴ്സിംഗ് അഡ്മിൻ ഇല്ലാഞ്ഞിട്ടാണോ എന്നോട് ചോദ്യം ചോദിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി. ഇവരെന്തോ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. എനിക്ക് വന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഓക്കെ നിനക്ക് ജോലി തരാൻ പറ്റത്തില്ല, തരണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ CV എടുത്തുകൊണ്ട് ഞാൻ പോയൊരു വ്യക്തിയാണ്. സ്തോത്രം എനിക്കറിയൂടെ എപ്പോഴും ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തു. പക്ഷെങ്കിൽ ഞാൻ ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ, ഞാൻ അവിടുന്ന് പോയതിനു ശേഷം വീട്ടിൽ പോയിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ തിരിച്ചു പോകാൻ പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ നീ തിരിച്ചു പോകാൻ പറഞ്ഞു. എന്റെ ഫ്രണ്ട്സിനോട് മാത്രം, ഒരു ജിജി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ, ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ജിമാമ എന്നോട് ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവിനോട് സംസാരിക്കുന്നത് തിരിച്ചു പോകാൻ, ഞാൻ എന്തോ ചെയ്യണോ എനിക്കറിയത്തില്ല. ഞാൻ അവരുടെ മുമ്പിൽ ഇനിയും പോയി എങ്ങനെ അവരോട് ഇന്റർവ്യൂ ചെയ്യാൻ, ഞാൻ അവർ ചോദിക്കുന്ന ആൻസർ ഇവരിത് ഓർക്കുമോ, എനിക്ക് ഭയങ്കര ഉള്ളിൽ പേടിയായി. പക്ഷെ ദൈവാത്മാവിന് ഞാൻ കീഴ്പ്പെട്ടു. ഞാൻ അവിടെ ചെന്ന് റിസപ്ഷൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, മേഡം ഇന്ന് ലീവാന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ വേറൊരു സഹോദരി വെളിയിൽ നിന്ന് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മേഡം ഇപ്പോഴും എന്നെ ഫോണിൽ വിളിച്ചു, വരുവാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി അവർ വരുമെന്ന്. വെയിറ്റ് ചെയ്ത് എങ്ങനെ ഇവർ ക്യാബിനിൽ ചെന്നു. ക്യാബിനിൽ 2 പേര്, വേറൊരു ഒരു മറാഠി കൊച്ചുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. എന്റെ പേര് വിളിച്ചു. ഞാൻ അവിടെ ചെന്നിരുന്നു. ദേവദാസിയെ ഇവർ എന്നെ ഇങ്ങനെ ഇന്റർവ്യൂ ആയിട്ട് ഇവർക്ക് കർത്താവ് ഓർമ്മ കൊടുത്തില്ല. ഇവരുടെ ഓർമ്മയെ കർത്താവ് അവിടെ ബന്ധിച്ചു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഇന്റർവ്യൂ ചെയ്തേച്ച് എന്നോട് പറഞ്ഞു, നിന്നെ ICUയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യത്തില്ല, നിന്നെ വാർഡിലേക്കാണ് ഞാൻ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഒത്തിരി സ്റ്റാഫിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എവിടെ ആയാലും വേണ്ടിയല്ല, എന്നാ കയറാമെന്നുള്ള രീതിയിൽ ഉള്ളിൽ പ്രയാസമുണ്ട്. എന്നെ വാർഡിലേക്ക് ICUയിലേക്കോ വേറൊരു ഡോക്ടറും വാർഡിലേക്ക് വേറെ ഡോക്ടർ ഇന്റർവ്യൂ ചെയ്യുന്നത്, വാർഡിലേക്കുള്ള ഇന്റർവ്യൂലേക്ക് എന്നെ അങ്ങോട്ട് മാറ്റി. ഞാൻ അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്റെ വാർഡിലേക്കാണല്ലോ. അപ്പൊ എനിക്കൊരു ഫ്രണ്ട്സിനെ കിട്ടി. അവര് ഒരു ഫ്രണ്ടിനെ കിട്ടി, ഒരു കത്തോലിക്കാരിയെ. പുള്ളിക്കാരി പറഞ്ഞു, സൂസനെ നമ്മൾ ICU ജോലി ചെയ്തിട്ട് നമ്മളെ വാർഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മുടെ എക്സ്പീരിയൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നീ എന്നെ ഒന്നുകൂടെ പോയി ചോദിക്കാൻ പറ്റും. ഞാൻ 2 പ്രാവശ്യം അവരുടെ ക്യാബിനിൽ ചെന്ന് ആന്റി അവരോട് ഞാൻ ചോദിച്ചു, മാം എനിക്ക് ICU എക്സ്പീരിയൻസ് ആണ്, എന്നെ വാർഡിൽ ഇടരുതെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ നിന്നെ ഇന്റർവ്യൂ എടുത്തേക്കുന്ന വാർഡിലേക്കാണ്, നിന്നെ വാർഡിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുവാണെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിച്ചു. ലാസ്റ്റ് ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, ദൈവനാമ മഹത്വത്തിലാക്കി എന്നെ തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 1.5-2 ആഴ്ച നമുക്ക് അവിടുത്തെ ഓറിയന്റേഷൻ തരും. പക്ഷെങ്കിൽ ഒരാഴ്ച ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയട്ടെ, സ്തോത്രം, ICU ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. സ്തോത്രം, സ്റ്റാഫിനെ അർജന്റ് ആയിട്ട് വേണം. സ്തോത്രം, ഒരാഴ്ച കഴിഞ്ഞപ്പം ഫയലും എടുത്തോണ്ട് വരുക അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ കേൾക്കാൻ പോവാ, സൂസൻ ഇപ്പം വിളിക്കും ഇന്ന ഫ്ലോറിലെ ഇന്ന വാർഡിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാതോർത്തിരിക്കുക. ഉടനെ എന്റെ പേര് വിളിച്ചു അവര് പറയുക, ഫസ്റ്റ് ഫ്ലോർ ICUയിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്തേക്കുന്നു. എന്റെ കർത്താവ് വിശ്വസ്തയോട് അവിടെ എന്നെ നടത്തി. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്നേഹമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യത്തിൽ പോലും കർത്താവിനെ കുറച്ച് കളയാതെ വണ്ണം എന്റെ ദൈവത്തിന്റെ എന്റെ കഴിവനുസരിച്ച് ഓരോ സ്ഥലത്തും കർത്താവിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അങ്ങനെയാണ് അവിടെ ആയിരുന്നു. സ്തോത്രം, സൗദി അറേബ്യ കയറി വന്നതിന് ശേഷം ഇതുപോലെ ICUയിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളികളല്ലേ, എവിടെ ചെന്നാലും നമുക്ക് നല്ല സ്നേഹമുള്ളവരാണല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തോ കുത്തിരിപ്പുണ്ടായി. അല്ലെങ്കിൽ സ്തോത്രം, പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ നേഴ്സിംഗ് അഡ്മിനെ വിളിച്ചു പറഞ്ഞു, നേഴ്സിംഗ് ഡയറക്ടർ വിളിച്ചു, സൂസൻ നീ കുറച്ച് നാളത്തേക്ക് നീ വാർഡിലേക്ക് നീ പോയി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എനിക്ക് ICU എക്സ്പീരിയൻസ് ആയി, എനിക്ക് വാർഡിലേക്ക് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല. നോ പ്രോബ്ലം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ ഹോസ്പിറ്റൽ റൂൾസ് അനുസരിച്ച് അങ്ങനെ ഡയറക്റ്റ് ഞങ്ങൾ അപ്പോയിന്റ്മെന്റ്
അപ്പോയിന്റ്മെന്റ് ചെയ്യാറില്ല, നീ ഒന്ന് പോയി ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ അവരുടെ കാര്യം സൗദി അറേബ്യ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്കത് റെഫ്യൂസ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോവാം. പക്ഷെങ്കിൽ ഈ രാജ്യത്ത് നമ്മൾ ഇവരുടെ വിസ കയറി വന്നിട്ട് നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റത്തില്ല. അവരെന്ത് പറഞ്ഞാലും അത് നമ്മൾ കേൾക്കണം. സ്തോത്രം. ഞാൻ അങ്ങനെ റൂമിൽ വന്ന് ഞാൻ വലിവായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ അങ്ങനെ എനിക്ക് എന്തോ പറ്റി എന്താണെന്ന് അറിയത്തില്ലല്ലോ കർത്താവേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ദേവദാസിയെ ഞാൻ പറയട്ടെ, എൻ്റെ കൂടെ ഇട്ട വ്യക്തി സ്തോത്രം ആരവിടെ ചെന്നാലും അവരെ കംപ്ലൈന്റ് പറയുന്നൊരു വ്യക്തിയുടെ കൂടെ എന്നെ ഡ്യൂട്ടിക്ക് ഇട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ഒരു ജോലിയും മടി കൂടാതെ നല്ല എനർജറ്റിക് ആയിട്ട് നടന്ന് ആ വാർഡിലെ കാര്യങ്ങളൊക്കെ ജോലി ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ തന്നു, ഒരു കംപ്ലൈന്റും കൂടാതെ. ഇന്നും ഞാൻ പറയാം, ഞാൻ ഏറ്റവും പേടിച്ചതും വെറുത്തതുമായ ഒരു രാജ്യമാണ് സൗദി അറേബ്യ. കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മുടെ തലവെട്ടും കൈവെട്ടും ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ സൗദി അറേബ്യയെ പറ്റി. ഇപ്പോഴും അങ്ങനെ തന്നെ റൂൾസ് ആയിട്ട് തന്നെ പോകുന്ന ഒരു ദേശമാണ്. ഞാൻ ഒരിക്കലും സൗദി അറേബ്യ കയറി വരികയായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടതാ. പക്ഷേങ്കിൽ കർത്താവിന്റെ നാമം ഇവിടെയും ചിലരോട് അറിയിക്കുവാൻ വേണ്ടി എന്നെ ഇവിടെ കൊണ്ടാക്കി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ സ്തോത്രം ഹല്ലേലൂയ എന്നെ ഇങ്ങനെ വാർഡിലിട്ടു. ഇത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ നേഴ്സിംഗ് ഡയറക്ടർ വിളിച്ചേച്ചി പുള്ളിക്കാരോട് ചോദിച്ചു, ഇവളെങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു രീതിയിലും എനിക്കൊരു കംപ്ലൈന്റ് പറയാനില്ല. സ്തോത്രം. എൻ്റെ മിടുക്കല ദേവദാസി, കർത്താവിന്റെ നാമം മഹത്വം എടുക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കംപ്ലൈന്റും പറയാതെ കർത്താവ് എന്നെ അവിടെ നിർത്തി. പിറ്റേ മാസം എന്നെ വിളിച്ചു പറഞ്ഞു, സൂസൻ നീ അന്ന് അവിടെ ഇതേ സെയിം കാര്യങ്ങൾ ICU ബിസിയാക്കി, സ്റ്റാഫിന് ഷോർട്ടേജ് ആക്കി, മുന്നിൽ വന്നു സ്റ്റാഫില്ല. പെട്ടെന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു, അടുത്ത ആഴ്ച മുതൽ സൂസനെ നീ ICUലേക്ക് കയറണം, നിന്നെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുകയെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദേവദാസി അവിടെ കയറുവാനായിട്ട് അവിടെ കണ്ടിന്യൂ 3 മാസം കഴിയുമ്പോൾ മുതൽ ഒറ്റയ്ക്ക് എന്നെ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. മാനേജ് ചെയ്യാനുള്ള കഴിവ് കർത്താവ് എനിക്ക് നൽകി തന്നു. ആ സമയങ്ങളിലൊക്കെ ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ 7 വർഷം ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. 7 വർഷം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ ഇടയ്ക്ക് അച്ഛൻ അവിടെ കടന്നു വന്നു. സ്തോത്രം. ഇവിടെ അന്ന് ഫ്രീ വിസ കിട്ടും. ആ ഫ്രീ വിസ കൊണ്ടുവരാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇവിടെ 1.5-2 വർഷം ആ സമയമായപ്പോഴത്തേക്കിനും എൻ്റെ കടഭാരങ്ങളൊക്കെ കർത്താവ് എനിക്ക് വീട്ടുവാൻ ദൈവം ആ സമയത്ത് എല്ലാ മാസവും ഓവർ ടൈം ചെയ്യുവാനും ഹല്ലേലൂയ ദൈവം എനിക്ക് ആരോഗ്യം തന്നു, ബലം തന്നു. കടഭാരങ്ങളൊക്കെ തമ്പുരാന്റെ കൃപയാൽ അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ കർത്താവിനെ സഹായിച്ചു. ദൈവത്തിന്റെ മഹാദയക്കായി ഞാൻ പറയുന്ന ദൈവനാമത്തിന് വേണ്ടിയാ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടഭാരം നൽകി തന്നിട്ടുണ്ടോ? ദൈവം അറിഞ്ഞാണോ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടതയോ പ്രയാസമോ കടന്നു വരുന്നത്? അത് കർത്താവ് തമ്പുരാൻ അതിന്റെ സമയമാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സാക്ഷ്യം പറയാൻ വേണ്ടി അതിനാക്കി തീർക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചെയ്തു. അച്ഛൻ ഇവിടെ കടന്നു വന്നതിന് ഒരു 2 മാസം ആയപ്പോഴേ മറ്റുള്ളവർ ചോദിക്കാൻ തുടങ്ങി, സൂസനെ എന്നാ ഉണ്ട് വിശേഷം? ഹല്ലേലൂയ. എന്നാ ഉണ്ട് വിശേഷം? ഇതാണല്ലോ നമ്മുടെ ഇന്ത്യൻസിന്റെ ഒരു പ്രത്യേകതയാണല്ലോ. സ്തോത്രം. കല്യാണം കഴിഞ്ഞാലും പിന്നെ രണ്ടുപേരും താമസിക്കുക ഇതാണ് ചോദിക്കുക. അതൊരു പൊതു കോമൺ ക്വസ്റ്റ്യനാണ്. അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പോയി അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ എൻഡോമെട്രിയം തിക്നെസ്സാ ഭയങ്കരമായിട്ട് ഇത്ര സെന്റിമീറ്റർ തിക്കാ. അപ്പം ഒരു OB-GYNയെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, സൂസൻ ഇത് DNC ചെയ്യണം, DNC ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി ഞാൻ DNC ചെയ്തു. DNC കഴിഞ്ഞ് ഒരാഴ്ച എനിക്ക് സിക്ക് ലീവ് തന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് സ്തോത്രം ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ വന്ന് സിക്ക് ലീവ് എടുത്തയച്ച് പിറ്റേ ആഴ്ച ഞാൻ അവിടെ ചെന്ന് എൻ്റെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് ഓർത്തി സ്തോത്രം. അൾട്രാസൗണ്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, സൂസനെ ഇസ് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാര്യം. ഹല്ലേലൂയ. സ്തോത്രം. എന്നോട് പറഞ്ഞു, നീ ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കണം, ഹല്ലേലൂയ, നീ മെഡിസിൻസ് എടുക്കണം. ഒരു വലിയൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതി, ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം എഴുതി എൻ്റെ കയ്യിൽ തന്നു. മെഡിസിനൊക്കെ ഇൻഷുറൻസ് കവർ ആയിപ്പോ. മെഡിസിൻ ഞാൻ മേടിച്ചു. ഞാൻ OB വാർഡിൽ ചെന്നേച്ച എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് കോസ്റ്റ്ലി ആയി ഹോർമോൺ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ തരാൻ പറ്റത്തില്ല, നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. ദേവദാസിയെ സ്തോത്രം. ഞാൻ തിരിച്ചു വന്ന് ലിഫ്റ്റേ കയറാൻ നേരം ദൈവാത്മാവിനോട് പറഞ്ഞു, കുഞ്ഞെ നീ പ്രാർത്ഥിക്കാതെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നീ ചോദിക്കാതെ എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വന്ന് പറഞ്ഞു, വെച്ചാ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അച്ഛൻ പറഞ്ഞു, ഹല്ലേലൂയ ദൈവം തരുവാണെങ്കിൽ നമുക്ക് തരട്ടെ. സ്തോത്രം. അല്ല എങ്കിൽ നമുക്ക് വേണ്ട. സ്തോത്രം. അങ്ങനെയാണ് കർത്താവിന് നമ്മളെ കുറിച്ച് ഉദ്ദേശമെങ്കിൽ അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ മെഡിസിൻ എടുത്ത് മാറ്റിവെച്ചു, പ്രാർത്ഥിപ്പാനായിട്ട് തുടങ്ങി. ദേവദാസിയെ August 15 എന്റെ ബർത്ത്ഡേ. സ്തോത്രം. ഇൻഡിപെൻഡൻസ് ഡേ ആണ് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് എന്റെ വിവാഹത്തിന് ശേഷം എന്റെ ഹസ്ബൻഡ് ഇന്ന് വരെ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിരും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ലോകത്തിന്റെ ഗിഫ്റ്റ് അല്ല എനിക്ക് ഈ വർഷം വേണ്ടത്, ദൈവം എനിക്കൊരു ഗിഫ്റ്റ് തരണം, അതെനിക്കൊരു പൈതലിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിൽ ദേവദാസി ഒരു ദർശനം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരും. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ ഒരുമിച്ചിരുന്ന് കൈയോട് കൈ കോർത്ത് പിടിച്ചിരുന്നു പ്രാർത്ഥിക്കണം. ചില പാരമ്പര്യ ശക്തികളെ ശാസിച്ചകറ്റി നിങ്ങൾ ഒരുമയോടെ
പ്രാർത്ഥനയോട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൈയോട് കൈ ഓർത്ത് പിടിച്ച് രാത്രിയുടെ യാമങ്ങളിൽ ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. ഒരു ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു, ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേവദാസൻ പറഞ്ഞു, ഹാലലുയ സ്തോത്രം, 12 സംവത്സരമായ രക്തസ്രവമുള്ള സ്ത്രീ, ഹാലലുയ, പലരും ആശ്രയിച്ചു, പല വൈദ്യന്മാരിൽ ആശ്രയിച്ചു. സ്തോത്രം. ആശ്രയിച്ചിട്ടൊന്നും ഒരു രക്ഷയുമില്ലാതെ ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും എന്റെ യേശുവിനെ തൊങ്ങലൊന്ന് തൊടണം, എന്റെ യേശുവിനെ ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാവുമെന്ന്. സ്തോത്രം. ഹാലലുയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പാരഗ്രാഫ് ദൈവത്തിന്റെ ആത്മാവിനെ ദർശനത്തിൽ കൂടി കാണിക്കുക ദേവദാസിയെ. ഞാൻ വിചാരിക്കുന്നു ഈ ദേവദാസൻ എന്നോട് ആലോചന പറയുമായിരിക്കും എന്ന. സ്തോത്രം. ഞാൻ എന്ത് കാണുന്നു അതേ കാര്യങ്ങൾ ദേവദാസൻ അവിടെ നിന്ന് പറയുക. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി, ദേവദാസൻ എന്റെ അടുത്ത് വന്ന് നിപ്പുണ്ടോ? സ്തോത്രം. അവിടെ നിന്ന് പറയുക. സ്തോത്രം. പെട്ടെന്ന് ഞാൻ കണ്ണടച്ചു. ദൈവത്തോട് പറയുക, കർത്താവേ ഹല്ലേലൂയ, അങ്ങേക്ക് സകലത് സാധ്യമെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു, ആരാധിച്ചു, 2ാമത്തെ പാട്ട് പാടി പ്രാർത്ഥിച്ചു, ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ദേവദാസി വന്ന് എന്റെ വയറെ കൈവച്ചിട്ട് പറഞ്ഞു, ഹന്നയുടെ കണ്ണുനീർ ഞാൻ കണ്ടു, അവളുടെ നിലവിളി ഞാൻ കേട്ടു. ഹല്ലേലൂയ. ദേവദാസി അവൾക്ക് മറുപടിയായി തീർന്നതുപോലെ നിന്റെ ജീവിതത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് ഇങ്ങനൊരു വാക്തത്വം പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹാലലുയ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു അഗ്നിഗോളം വന്ന് എന്റെ തലയിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. സ്തോത്രം. ഹാലലുയ. ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ഹാലലുയ ദേവദാസിയെ ഞാൻ സ്തോത്രം ഹാലലുയ നിന്ന് തെറിച്ചു പോവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ ആന്റി എന്നെ വട്ടം പിടിച്ചു. സ്തോത്രം. ഹാലലുയ. അങ്ങനെ ഞാൻ ശക്തമായി ആരാധിച്ചു കഴിഞ്ഞതിന് ശേഷം സാക്ഷ്യം പറയാനുള്ള സമയമായി. ഞാൻ എഴുന്നേറ്റ് നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ദൈവം എന്നെ വിടുവിച്ചിരിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടതുപോലെ ദൈവമക്കളെ ഞാൻ ഒരു പൊട്ടിയെ പോലെ വിശ്വസിച്ചു. ഒരു സൈഡിൽ മെഡിക്കൽ പറയുന്നു നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന്, എന്നാൽ ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചതുകൊണ്ട് ഞാൻ പറയുക, സ്തോത്രം, ഇല്ലാത്തതിനെ ചിലതിനെ കർത്താവ് ഉളവാക്കി. ഹല്ലേലൂയ. എന്റെ ശരീരത്തെ ഉണ്ടാകുക എന്ന് പറയുന്നതിനെ ചിലതിനെ കർത്താവ് ഉളവാക്കിയിരിക്കുകയാണെന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത മാസം എന്റെ ജീവിതത്തിൽ വിടുതലിന്റെ സാക്ഷ്യവുമായി ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വീഴണം. ഹല്ലേലൂയ. അത് സംഭവിക്കുമോ? ഇത് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ കഴിയുമോ എന്ന് ചോദിക്കരുത്. എന്റെ കർത്താവിനാൽ ഞാൻ മതിൽ ചാടി കടക്കും. എന്റെ ദൈവത്താൽ അസാധ്യമായി യാതൊരു കാര്യവുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് നീ ശക്തമായി പറയണം. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇരുന്നു. സ്തോത്രം. ഭവനത്തിൽ ചെന്ന് ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാനിരിക്കുമ്പോ ദൈവാത്മാവനോട് പറഞ്ഞു, അടുത്ത മാസം നിന്റെ ജീവിതത്തിൽ വിക്ടറി ഓഫ് ദ മന്ത് ആയിരിക്കുമെന്ന് ഒരു പേപ്പറും പേനായും എടുത്ത് എഴുതി വെച്ചു. ഓ ഹല്ലേലൂയ. യേശു അവരെ നോക്കി മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം തന്നെ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഈ വാക്യം അങ്ങോട്ട് എഴുതി വെച്ച് അതിന്മേൽ കൈ അങ്ങോട്ട് വെച്ചു വിശ്വാസത്തോടെ. കർത്താവേ, ജീവിതത്തിൽ ദൈവം വിടുതൽ തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആൻഡി അടുത്ത മാസമായി ഓഗസ്റ്റ് 15 ഞാൻ ഡ്യൂട്ടിയില്ല, ഒരു ഈവനിങ് ഡ്യൂട്ടിയില്ല. സ്തോത്രം. ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. സ്തോത്രം. നീ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. കാരണം എന്റെ മനസ്സിൽ സ്തോത്രം ആഗ്രഹം. ഹല്ലേലൂയ. ഒരു സൈഡിൽ വാക്കുകൾ എന്റെ മുമ്പിൽ നിൽക്കുക. സ്തോത്രം. എന്നാൽ പെട്ടെന്ന് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോ സ്ലൈറ്റ്ലി പോസിറ്റീവ് കണ്ടു. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ ഞാൻ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ദൈവം വലിയവനാകട്ടോ. പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നേടുമ്പോൾ ഒരു സൈഡിൽ ശത്രു നമ്മളെ തളർത്തി കളയും. ഹല്ലേലൂയ. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കും 6ാം മാസം. എന്റെ മദറിലോ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒറ്റയാഴ്ചക്കുള്ളിൽ വിസ കാര്യങ്ങളെല്ലാം റെഡിയായി. ഹല്ലേലൂയ. കാരണം ഒരു പെണ്ണും ആഗ്രഹിക്കുന്ന ഡെലിവറി സമയത്ത് അവരുടെ മാതാപിതാക്കളുടെ സംരക്ഷണം, പ്രത്യേകിച്ച് അമ്മമാരുടെ ഒരു സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്ന. എൻ്റെ അമ്മയെ കൊണ്ടുവരാൻ അന്ന് സാഹചര്യം പറ്റാൻ എൻ്റെ മദറിലോ എൻ്റെ അച്ഛൻ്റെ അമ്മ വരാൻ വേണ്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ദേവദാസിയെ ഞാൻ പറയട്ടെ, വലിയൊരു ദുരന്തമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്. പപ്പായും മമ്മിയും കൂടെ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മമ്മി ബൈക്കിന്റെ പുറകിൽ നിന്ന് താഴെ വീണു, തലയടിച്ചു വീണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചു. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ നിൽക്കുവാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നു. ജീവിതത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നല്ല ഈ വഴിയിൽ കൂടി ഞാൻ കടന്നു പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പുഷ്പകരിൽ മമ്മി അഡ്മിറ്റ് ചെയ്തു. ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു, കർത്താവേ, ഏതൊരു പൈതലും ആഗ്രഹിക്കുന്നതാണല്ലോ, അതുപോലെ ഞാൻ ആഗ്രഹിച്ചുള്ളല്ലോ ഒരമ്മയുടെ സാന്നിധ്യം. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു കർത്താവേ എന്ന് ഞാൻ പറഞ്ഞ് കരഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് കണ്ണുനീരെല്ലാം തുടച്ചു. അച്ഛൻ വീട്ടിൽ ഭവനത്തിൽ ഭാരത്തോടിരിക്കുക. കാരണം ഏറ്റവും അധികം സ്നേഹിക്കുന്നതാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ. അച്ഛൻ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മാതാപിതാക്കളെ ഞാൻ പറയട്ടെ, ദേവദാസിയെ നന്നായിട്ട് നോക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് എൻ്റെ. അങ്ങനെ ധൈര്യപ്പെടുത്തി ഞങ്ങൾ നാട്ടിൽ യാത്രയായി. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡെത്ത് ഡിക്ലെയർ ചെയ്തു.
ഞങ്ങൾ പുനർ സർവീസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഭവനത്തിലിരിക്കുമ്പോൾ ഒരു ദേവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നു. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞാൻ തിണ്ണയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു, മോളെ, നീ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ സമയത്തും നീ തനിച്ചായല്ലോ. നിന്റെ പുറം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അനേകര് നിനക്ക് കാണാൻ പറ്റും ചുറ്റിന് നിൽക്കുന്ന മറ്റുള്ളവരുടെ കൂട്ടത്തിൽ. പക്ഷെങ്കിൽ നിന്റെ ആത്മ കണ്ണ് നീ തുറന്നു നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റും നിന്റെ ചുറ്റിന് നിൽക്കുന്ന ദൂതന്മാരെ. എന്നോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദേവദാസിയെ, തക്ക സമയത്ത് ഇറങ്ങി വന്ന് നിന്നെ ഞാൻ വിടുവിക്കും. സ്തോത്രം എന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടു. നീ കരയണ്ട, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കണ്ണുനീര് അന്ന് ഞാൻ നിർത്തി. എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ വലം കരിക്ക് പിടിച്ചിട്ടുണ്ടെന്നുള്ള വാക്തത്വം ഞാൻ കേട്ടു. സ്തോത്രം. ഞാൻ തിരിച്ചിവിടെ സൗദി കയറി വന്നു. എൻ്റെ ഡെലിവറിക്കുള്ള സമയമായി. എന്നെ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ CTG ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല കൺട്രാക്ഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് ഒരു വേദനയും തോന്നുന്നില്ല. എന്നെ ഡോക്ടർ പോലും പേടിച്ചു പോയി. പെട്ടെന്ന് എന്നെ അഡ്മിറ്റ് ആക്കി. ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂണിഫോം ഊരിയിട്ടാണ് ഞാൻ കയറുന്നത് ഡെലിവറിക്ക്. ചുമ്മാ വെറുതെ ഒന്ന് ഡോക്ടറെ കാണാൻ പോയതാ. പെട്ടെന്ന് ഞാൻ അഡ്മിറ്റായി. ഞാനിവിടെ കിടക്കുമ്പോൾ എനിക്കത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും പലരും എന്നോട് വന്ന് പറഞ്ഞു, നിന്നെ സർജറി ചെയ്യും, അങ്ങനെ ചെയ്യുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെങ്കിൽ വയക്കായി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 1.5 ദിവസം ലേബർ റൂമിൽ ഞാൻ കിടന്ന ദേവദാസിയെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കർത്താവിനോട് ഞാൻ നിലവിളിച്ചു. പലപ്പോഴും എൻ്റെ ഓക്സിജന്റെ ലെവൽ താന്നു പോയി. പക്ഷെങ്കിൽ ലേബർ റൂമിൽ ഡബിൾ ഡോസ് മരുന്നുകളൊക്കെ എനിക്ക് നൽകി തന്ന് എന്നെ കയറ്റി ലേബർ റൂമിൽ ടേബിളെ കയറ്റി ഞാൻ ഒത്തിരി പേരെ സൂപ്പർവൈസർമാരും എൻ്റെ ഫ്രണ്ട്സുകളും, ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ തന്നെയാണ്. ഞാൻ ഡെലിവറി ആയി. എന്നെ എല്ലാവരും പ്രസ് ചെയ്ത് ഫണ്ടസ് പ്രസ് ചെയ്ത് പുഷ് ചെയ്ത് കുഞ്ഞ് വെളിയിൽ വന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു. എൻ്റെ ബോധം പോയി. ഒരു വെള്ളത്തിൽ എങ്ങനെ ഇട്ടാൽ നമ്മൾ കിടക്കും അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നടുവിൻ്റെ താഴെ മുതൽ ഞാൻ ബ്ലഡിനകത്ത് കുളിച്ചു. എനിക്ക് മനസ്സിലായി എൻ്റെ ബോധം പോയി. എൻ്റെ ഉള്ളിൽ ബോധമുണ്ട്, പുറമെ ഞാൻ ഇതായിപ്പോയി, മയങ്ങിപ്പോയി. അപ്പം അവിടെ നിന്ന് അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരെ സൗണ്ട് ഞാൻ കേൾക്കുന്നില്ല, ഷൂവിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും ഓടുകയാണ്. പെട്ടെന്ന് ഫോൺ ചെയ്ത് പറയുന്നു, OR ചെയ്യ്, ബ്ലഡ് ചെയ്യ്, അനസ്തേഷ്യ വിളിക്കുന്നു. എല്ലാവരും ഹറിയായിട്ട് വിളിക്കുന്ന ഒരു ഞാൻ സൗണ്ടാണ് കേൾക്കുന്നത്. ആ ഉള്ളിന്റെ ബോധത്തിൽ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിച്ചു. കുഞ്ഞ് രക്ഷപ്പെട്ടു. കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേട്ടു. ആ ബോധത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് സംസാരിച്ചൊരു ദൈവശബ്ദമുണ്ട്. മോളെ, നിന്റെ ചുറ്റിനും നിൽക്കുന്ന ദൂതന്മാരെ നീ കാണും. ഞാൻ ഇറങ്ങി വന്ന് നിന്നെ വിടുവയ്ക്കുമെന്ന് പറഞ്ഞ വാക്തത്വം ഞാൻ ഓർത്ത് ദേവദാസിയെ. ഞാൻ ആ വാക്തത്വം അവിടെ ഉരുവിട്ടു. അപ്പൊ ആ ഉള്ളിന്റെ ഉള്ളിൽ എന്നെ വിടുവയ്ക്കത്തില്ലയോ, എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ ഡോക്ടർ ഫോൺ പെട്ടെന്ന് വെച്ചിട്ട് ഓടി വന്ന് ഒന്നുകൂടെ എന്നെ നോക്കി. ആ ബ്ലീഡ് അടിച്ച ഭാഗം അവർക്ക് മനസ്സിലായി. അവർ സൂച്ചർ ചെയ്ത് പായ്ക്ക് വെച്ചു, കത്തിയിട്ടിട്ടു. അവിടെ സ്റ്റോപ്പ് ആകുവാൻ കർത്താവ് സഹായിച്ചു. എന്നെ OR എടുത്തില്ല. എൻ്റെ കർത്താവ് വിശ്വസ്തന. നിന്നെ ഇറങ്ങി വന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ, ആ ദേവദാസിയെ നമ്മൾ സേവിക്കുന്ന ദൈവമക്കളെ. കർത്താവ് വലിയവനാകട്ടോ. എത്ര സ്തുതിച്ചാൽ മതി വരും, എത്ര നന്ദി പറഞ്ഞാൽ മതി വരും. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട 2ാം പൈതലിനെ എനിക്ക് നൽകി തന്നു. സ്തോത്രം. ദേവദാസി ആദ്യത്തെ പൈതലിനെ കൊണ്ട് ഞാൻ ചർച്ചിലിരിക്കുമ്പോൾ 6 മാസം ആയതേ ഉള്ളൂ. 2ാമത്തെ വാക്തത്വം ഞാൻ കേൾക്കുക, അടുത്ത വർഷം അടുത്ത പൈതലുമായി നീ ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുമെന്ന്. ചർച്ചിലുള്ളവരെല്ലാവരും ചിരിച്ചു. എനിക്ക് ചിരിയല്ല വന്നത്, എനിക്ക് ദേഷ്യവും വിഷമവും വന്നു. ആദ്യത്തെ വേദന മാറിയിട്ടില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആന്റിക്ക് അറിയാമല്ലോ, അന്നത്തെ സമയത്ത് എൻ്റെ സാലറി ഭയങ്കര ലെസ്സാണ്. അച്ഛനിവിടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ മോന് പാമ്പറും പാൽപ്പൊടിയും ഒക്കെ മേടിക്കണം. അതിനൊക്കെ ഒത്തിരി വാടക കൊടുക്കണം. ഇവിടെ ഭയങ്കര ആയിട്ട് എനിക്ക് എക്സ്പെൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ വിഷമിച്ചു, കർത്താവേ എന്തായി പറയുന്നതെന്ന്. എന്നാൽ ദൈവം നമുക്ക് നന്മ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ കർത്താവ് കരുതും. അടുത്ത വർഷം അതേ സമയത്ത് അടുത്ത കുഞ്ഞുമായി ഞാൻ അവിടെ ഇരുന്നു ദേവദാസിയെ. ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ആ വർഷം എനിക്ക് കിട്ടിയ ഇൻഷുറൻസ് ഫാമിലി കവറിങ് ആയിരുന്നു. എൻ്റെ കുഞ്ഞിന് 5 പൈസ കൊടുക്കാതെ ഞാൻ ഡിസ്ചാർജ് ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. എൻ്റെ ദൈവം വലിയവനാ. എൻ്റെ കർത്താവിനെ എനിക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാ. എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ഒത്തിരി എനിക്ക് പറയുവാനുണ്ട് ദേവദാസിയെ. ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും സമയത്തിന്റെ കാര്യം എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞ ഞാൻ ചോദിക്കാനും ഒട്ടും മറന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാമോ? ദേവദാസി 5 മിനിറ്റ് കൂടെ എടുത്തിട്ട് ക്ലോസ് ചെയ്യാം, ഒരുപാടായാലും. ഓക്കെ. അങ്ങനെ
ഞാൻ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്തതിന്റെ ജോലി ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ ആയി സന്തോഷത്തോടെ മുന്നോട്ട് പോയി ഇവരെ പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് ഞാൻ വിചാരിച്ചു എങ്ങനെയായി തീരും കാര്യങ്ങളെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാഗ്രഹിച്ചു കർത്താവെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഓർത്തതേ ഉള്ളൂ. അന്ന് ആ സമയത്ത് ഡിപ്ലോമ എല്ലാം ക്ലോസ് ചെയ്യുക, BSNA മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ എനിക്ക് 3 ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. എന്നാൽ മിലിറ്ററി ഹോസ്പിറ്റലിൽ തന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്റർവ്യൂ പാസ്സായി. സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ, ഞാനിവിടെ ഷോർട്ടാക്കി നിർത്തട്ടെ. എനിക്ക് അവിടെ ജോലി കിട്ടി. എനിക്ക് ഇക്കാമ കിട്ടിയതിന് ശേഷമാണ് എൻ്റെ മൂത്ത പൈതലിനെ ഇവിടെ സ്കൂളിൽ കൊണ്ടുപോയി ഞാൻ ചേർക്കാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. അങ്ങനെ ദൈവനാമോഹത്തിനാക്കി ഞങ്ങളെ തീർത്തു. ഇവിടെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഞാൻ ഒരു 8 വർഷവും 1 വർഷമായി, ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി ഞാൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവേ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സുവിശേഷം പറയണം, മറ്റുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എനിക്ക് അവിടുന്ന് ഒരു ചേഞ്ചസ് കർത്താവ് എനിക്ക് നൽകി തന്നു. ഒരിക്കലും സാധ്യമല്ല അങ്ങനെ ഒരു ചേഞ്ചസ്. എന്നാൽ എൻ്റെ ദൈവനാമ മഹത്വത്തിനാക്കി കർത്താവ് എനിക്കൊരു ചേഞ്ചസ് ഡ്യൂട്ടിയിൽ നൽകി തന്ന് ഇപ്പൊ ഇവിടെയുള്ള ഈ സൗദി അറേബ്യയിൽ കോബാർ ജമാമുള്ള ഇടങ്ങളിലുള്ള സഹോദരിമാരെ ഒക്കെ കൂട്ടി ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. ഹല്ലേലൂയ. അനേക ശ്രേഷ്ഠര്, അനേക വിദ്യാഭ്യാസമുള്ളവർ, അനേക യോഗ്യതയുള്ളവരുണ്ടായിരുന്നിട്ടും കർത്താവ് നിലനിർത്തി ദയിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഇത്രത്തോളം സമയം എൻ്റെ ജീവിതത്തെ എനിക്ക് അനുവദിച്ചെന്ന കർത്താവിന്റെ നാമമഹത്വത്തിനാക്കി പറയുവാൻ ദൈവം ദാസി എനിക്ക് നൽകി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാറാനാഥാസ്. ആമേൻ. ദേവദാസി അനുഗ്രഹിക്കപ്പെട്ടതായ വഴികളിലൂടെ കർത്താവ് നടത്തി ദൈവത്തിന്റെ ആ സ്നേഹവും ദൈവത്തിന്റെ കരുതലും ഒക്കെ ദൈവദാസിക്ക് രുചിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. പിന്നെയും കർത്താവ് ദൈവദാസി അനേകർക്ക് ഉപകാരവും അനേകർക്ക് ദൈവദാസിയുടെ ജീവിതം ഒരു ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവദാസിയോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, എന്റെ ദൈവമേ, ഇത്രത്തോളം സമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ, അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ പറ്റി പറയുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയ സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യേക ഇത് ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ദാസി ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അധികമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് അനേകരിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ കർത്താവ് നൽകിക്കൊടുത്ത നല്ല വിഷനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി പിന്നെയും വിശ്വസ്തയോട് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് കർത്താവ് ഇതിനു മുമ്പും ഇനിയും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ പ്രോഗ്രാമുകളും അനേകരിൽ എത്തുവാനും കർത്താവ് ചെയ്ത് കേട്ട് അനേകരെ സ്തോത്രം ഹല്ലേലൂയ ആശ്വാസവും വിടുതലും ഹല്ലേലൂയ ദൈവ സ്നേഹത്തിലും ദൈവ കൃപയിലും വർദ്ധിച്ചു വരുവാൻ അപ്പാ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനോ കുറയണം, യഹോവേ അങ്ങ് ഞങ്ങളിൽ വളരുവാൻ സഹായിക്കണമേ. ഒന്നുമില്ലപ്പാ ഹല്ലേലൂയ, അങ്ങയുടെ നാമമഹത്വത്തിനാക്കി ഞങ്ങളെ തീർക്കണം കർത്താവേ. എത്രത്തോളം ഞങ്ങളെ നടത്തി കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രോഗ്രാമിനെ കർത്താവ് അനുഗ്രഹിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന ഞാനും കേട്ടിരിക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തെ കൃപയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആമേൻ. കർത്താവിന്റെ ദാസി. ആമേൻ. ആമേൻ. കേൾക്കുന്നില്ല ആന്റി? ആമേൻ. ദേവദാസി കർത്താവ് സഹായിക്കട്ടെ. നന്ദിയുണ്ട്. എത്രത്തോളം കുട്ടിയുടെ ഇടയിലൊക്കെ ലഭിച്ച സമയം ഞങ്ങളോടൊത്ത് ചിലവഴിപ്പാൻ കർത്താവിന്റെ ദാസി ഉപയോഗിച്ചതിന് വളരെയധികം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ മിനിസ്ട്രിയെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ ദേവദാസി.